നമസ്കാരം. ഗ്രാമീയ വാർത്തകളിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. മാരക മയക്കുമരുന്നായ MDMA-യുമായി പെരുങ്ങോട്ടുകര സ്വദേശികൾ പിടിയിൽ. PN പണിക്കരുടെ സ്മരണയിൽ വിദ്യാലയങ്ങളിൽ വായനാ ദിനം ആചരിച്ചു. അഞ്ച് പതിറ്റാണ്ടിന്റെ കാവ്യ സബര്യ. അക്ഷരലോകത്ത് സജീവമായി ഈ ജിന. വാർത്തകൾ വിശദമായി. മാരക മയക്കുമരുന്നായ MDMA-യുമായി വാടാനപ്പള്ളി എക്സൈസ് പെരുങ്ങോട്ടുകര സ്വദേശികളെ പിടികൂടി. പെരുങ്ങോട്ടുകര പുത്തൻപുരയ്ക്കൽ വീട്ടിൽ നിതിൻ, താന്യം പഴയടത്ത് വീട്ടിൽ അനീഷ് എന്നിവരാണ് പിടിയിലായത്. എക്സൈസ് വകുപ്പിന്റെ ഓപ്പറേഷൻ തണ്ടർ പരിപാടിയുടെ ഭാഗമായി വാടാനപ്പള്ളി എക്സൈസ് ഇൻസ്പെക്ടർ ഹരികൃഷ്ണ ജെ എന്നിവർക്ക് ലഭിച്ച രഹസ്യ വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ എക്സൈസ് ഇൻസ്പെക്ടർ ഹരികൃഷ്ണ ജെയും പാർട്ടിയും വലപ്പാട് വില്ലേജിൽ പള്ളിപ്പുറം സർവീസ് റോഡിന് സമീപം വീട്ടിൽ വെച്ചാണ് ഇവരെ പിടികൂടിയത്. ഇവരിൽ നിന്ന് MDMA-യും ഹാഷിഷ് ഓയിലും പിടിച്ചെടുത്തു. ഇവർ മയക്കുമരുന്ന് സ്ഥിരമായി ഉപയോഗിക്കുന്നവരും ആവശ്യക്കാർക്ക് എത്തിച്ചു നൽകി വരുന്നതുമാണെന്ന് എക്സൈസ് ഉദ്യോഗസ്ഥർ പറഞ്ഞു. ഇവർ വലപ്പാട്, തൃപ്രയാർ, തളിക്കുളം ഭാഗത്ത് പ്രവർത്തിച്ചു വരുന്ന മയക്കുമരുന്ന് ശൃംഖലയിൽപ്പെട്ടവരാണെന്ന് പ്രാഥമികമായി വിവരങ്ങൾ ലഭിച്ചിട്ടുണ്ട്. പ്രിവെന്റീവ് ഓഫീസർമാരായ KK ഉണ്ണികൃഷ്ണൻ, TR സുനിൽ, KV രാജേഷ്, പ്രിവെന്റീവ് ഓഫീസർ CK ബാബു, സിബിൻ VM, സിവിൽ എക്സൈസ് ഓഫീസർമാരായ MG ഷാജു, അരുൺ മോഹൻ, TU ഹരികൃഷ്ണൻ, എക്സൈസ് ഡ്രൈവർ രാജേഷ് V എന്നിവരും പിടികൂടിയ സംഘത്തിൽ ഉണ്ടായിരുന്നു. നാട്ടിക SN ട്രസ്റ്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ NSS യൂണിറ്റിന്റെ ആഭിമുഖ്യത്തിൽ വായനാ ദിനം ആചരിച്ചു. ഫോട്ടോഗ്രാഫറും എഴുത്തുകാരനും ചിത്രകാരനുമായ ഇമാ ബാബു വായനാ ദിനാചരണം ഉദ്ഘാടനം ചെയ്തു. PTA പ്രസിഡന്റ് PSP നസീർ അധ്യക്ഷനായി. പരിപാടിയിൽ സ്കൂൾ പ്രിൻസിപ്പൽ ജയബിനി GSP, വാർഡ് മെമ്പർ പവിത്രൻ, സ്കൂൾ ഹെഡ്മിസ്ട്രസ് സുനിത V, സ്റ്റാഫ് സെക്രട്ടറി രഘുരാമൻ KR എന്നിവർ സംസാരിച്ചു. NSS പ്രോഗ്രാം ഓഫീസർ ശലഭ ജ്യോതിഷിന്റെ നേതൃത്വത്തിലാണ് പരിപാടി നടന്നത്. പരിപാടിയിൽ എല്ലാ NSS വളണ്ടിയേഴ്സും മറ്റു വിദ്യാർത്ഥികളും അധ്യാപകരും അനധ്യാപകരും പങ്കെടുത്തു. കുട്ടികളുടെ വായനാ പ്രസംഗം, ക്വിസ് മത്സരങ്ങളും നടത്തി. സ്വാന്തനം സ്പെഷ്യൽ സ്കൂൾ അന്തിക്കാടിൻ്റെയും ഐവിഷൻ ഹോസ്പിറ്റൽ കുറുക്കഞ്ചേരിയും സംയുക്തമായി നേത്രപരിശോധനാ ക്യാമ്പ് അന്തിക്കാട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് CK കൃഷ്ണകുമാർ ഉദ്ഘാടനം നിർവഹിച്ചു. ലോകം നമുക്ക് വ്യത്യസ്തമായിട്ടുള്ള കാഴ്ചകൾ കണ്ട് മതിമറക്കുന്നത്, അതുപോലെ തന്നെ കണ്ണിന് അരോചകമായ കാഴ്ചകൾ കണ്ട് നമ്മൾ വ്യത്യസ്തങ്ങളായിട്ടുള്ള ഭാവങ്ങൾ പ്രകടിപ്പിക്കുന്നത്. പലതരത്തിലുള്ള ധാരണകളുണ്ട്. അത് ഓരോന്ന് പറയുന്നത് രക്തദാനം, മഹാദാനം, നേത്രദാനം, മഹാദാനം. നമ്മൾ കണ്ണിന് കാഴ്ച കുറഞ്ഞു വരുമ്പോൾ പരിശോധിക്കുന്ന ഒരുപാട് പേരെ കണ്ടിട്ടുണ്ട്. ഇന്നലെ എനിക്ക് പരാതി നിന്ന് വാട്സപ്പായിട്ട് അയച്ചു തന്നതാണ്. സ്വാന്തനം മാനേജിംഗ് ട്രസ്റ്റ് MP ഷാജി അധ്യക്ഷനായി. സ്വാന്തനം ട്രഷറർ EG സുധാകരൻ, PA LDC അബൂബക്കർ, സ്റ്റാഫ് പ്രതിനിധി ഷാജി സൈമൺ, ഹെഡ്മിസ്ട്രസ് റിജി MP, ഐവിഷൻ ഹോസ്പിറ്റൽ പ്രതിനിധികൾ എന്നിവർ പങ്കെടുത്തു. കുട്ടികൾക്കുള്ള കണ്ണുപരിശോധനയും നടന്നു. തൃപ്രയാർ NES ആർട്സ് ആൻഡ് സയൻസ് കോളേജിൽ വായനാ ദിനം ആഘോഷിച്ചു.
വായനാ ദിനാചരണത്തിന്റെ ഉദ്ഘാടനം കോളേജ് ചെയർമാൻ ശിവൻ കണ്ണോളി നിർവഹിച്ചു. സൊസൈറ്റി സെക്രട്ടറി ഉണ്ണികൃഷ്ണൻ തൈപ്പറമ്പത്ത്, വൈസ് പ്രസിഡന്റ് AN സിദ്ധപ്രസാദ്, കോളേജ് പ്രിൻസിപ്പൽ NC അനീജ, അസിസ്റ്റന്റ് പ്രൊഫസർ ലിതിമോൾ MV, അസിസ്റ്റന്റ് പ്രൊഫസർ ശശിധരൻ V, ലൈബ്രറിയൻ രമ്യ KR എന്നിവർ സംസാരിച്ചു. വിദ്യാർത്ഥികളിൽ വായനാശീലം വളർത്തുന്നതിനായി റീഡിംഗ് ക്ലബിന്റെ ഉദ്ഘാടനം, ദിനപത്ര വായന, പ്രതിവാര പുസ്തക നിരൂപണം, ഞാൻ വായിച്ച പുസ്തകം എന്നീ വിഷയത്തിൽ റീൽസ് മേക്കിംഗ് മത്സരം തുടങ്ങിയ പരിപാടികൾക്ക് തുടക്കം കുറിച്ചു. പക്ഷേ നമ്മുടെ ഈ പുതിയ തലമുറ വായനാശീലം തീരെ ഇല്ലാതായി വരികയാണ്. മൊബൈലിലും അതുപോലുള്ള കാര്യങ്ങളിൽ മാത്രം കേന്ദ്രീകരിച്ച് ബുക്കുകളോ പത്രങ്ങളോ തീരെ വായിക്കാത്ത ഒരു അവസ്ഥയാണ് ഇന്ന് നിലവിലുള്ളത്. അത് നമുക്ക് ഇനി കുറേശ്ശെ മാറ്റിയെടുക്കാൻ പറ്റത്തുള്ളൂ. തൃപ്രയാർ ശ്രീവിലാസ് UP സ്കൂളിൽ വായനാ ദിനാചരണവും വിദ്യാരംഗം കലാസാഹിത്യവേദിയുടെ ഉദ്ഘാടനവും നടന്നു. യുവകവി സിയാദ് M ഷംസുദ്ദീനാണ് വായനാ ദിനാചരണവും വിദ്യാരംഗം കലാസാഹിത്യവേദിയുടെ ഉദ്ഘാടനവും ചെയ്തത്. MGM ഗ്രൂപ്പ് എടത്തിരിഞ്ഞി സ്പോൺസർ ചെയ്ത ഷോ ബോർഡിന്റെ ഉദ്ഘാടനം MGM ഗ്രൂപ്പ് സെക്രട്ടറി ബിജുലാൽ TB നിർവഹിച്ചു. തുടർന്ന് ക്ലാസ് തല പ്രസംഗ മത്സരത്തിലും വെക്കേഷൻ പ്രവർത്തനമായ ഡയറി എഴുത്ത് മത്സരത്തിലും ഒന്നാം സ്ഥാനം ലഭിച്ച വിദ്യാർത്ഥിനികളെ അനുമോദിച്ചു. PTA പ്രസിഡന്റ് സിജ ജയരാജൻ അധ്യക്ഷത വഹിച്ചു. ഹെഡ് മാസ്റ്റർ സനീഷ് മാസ്റ്റർ, PTA എക്സിക്യൂട്ടീവ് അംഗം AV ബാബു, സ്റ്റാഫ് സെക്രട്ടറി VG ഷൈൻ, ലൈബ്രറി കൗൺസിൽ കൺവീനർ സെക്കീന EA എന്നിവർ സംസാരിച്ചു. തുടർന്ന് കുട്ടികളുടെ വായനാ ദിനാചരണ പരിപാടികൾ നടന്നു. അപ്പോൾ നമ്മൾ വായിക്കുക എന്ന് പറയുന്നത് ഇപ്പം ഞങ്ങളോട് വരുമ്പോൾ തന്നെ ഒരുപാട് ടീച്ചറോട് പഠിപ്പിച്ചിരുന്ന ടീച്ചറോട് കുട്ടികൾ എന്താ വായിക്കുക, കുട്ടികൾ എന്താണ് വായിക്കുന്നത്. അപ്പോൾ പറഞ്ഞു ഇന്നത്തെ കാലത്ത് വായന ഒരുപാട് മാറിപ്പോയി. എന്ന് വെച്ച് കഴിഞ്ഞാൽ കോമിക്സുകൾ, നിങ്ങളെന്താണ് വായിക്കാറുള്ളത്? ബാലഭൂമിയെ വായിക്കാറ്. അപ്പൊ അതുപോലെ കോമിക്സുകൾ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ പണ്ട് ഞങ്ങൾക്ക് കുറേ കഥാപുസ്തകങ്ങൾ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ വായിച്ചിരുന്നതാണ്. അതിനുശേഷമാണ് വലിയ വലിയ പുസ്തകങ്ങളൊക്കെ വായിച്ചിരുന്നത്. നമ്മുടെ നാട്ടിൽ ഒരു പ്രത്യേകത, നിങ്ങളെ കുട്ടികളെ കാണുമ്പോൾ ഒരു പ്രത്യേകത, നമ്മളെ കുഞ്ഞുണ്ണി മാഷിനെ അറിയുന്നത് കുഞ്ഞുണ്ണി മാഷ് പറഞ്ഞെന്താ? എല്ലാവർക്കും അറിയാലോ. കഴിഞ്ഞ ഒരു നൂറ്റാണ്ടിലധികമായി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന വാടാനപ്പള്ളി തൃത്തല്ലൂർ സർവീസ് സഹകരണ ബാങ്കിന്റെ പുതിയ ബ്രാഞ്ച് ഉദ്ഘാടനം ഞായറാഴ്ച നടക്കുമെന്ന് ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. ചടങ്ങിൽ വിദ്യാഭ്യാസ അവാർഡ് വിതരണം, 100% വിജയം കൈവരിച്ച പ്രതിഭകൾക്ക് ആദരവ്, മുൻ ബാങ്ക് പ്രസിഡന്റുമാർ, മുൻ ബാങ്ക് സെക്രട്ടറി, ഹരിതകർമ്മ സേനാംഗങ്ങൾ, സംസ്ഥാനത്തെ മികച്ച അംഗനവാടി വർക്കർ, ഹെൽപ്പർ എന്നീ അവാർഡുകൾ കരസ്ഥമാക്കിയവർ, വിവിധ മേഖലകളിൽ കഴിവ് തെളിയിച്ചവർ എന്നിവരെയും ആദരിക്കും. വാടാനപ്പള്ളി ചേറ്റുവ റോഡിൽ ഹയാത്ത് ബിൽഡിംഗിലാണ് പുതിയ ബ്രാഞ്ച് പ്രവർത്തനം ആരംഭിക്കുന്നത്. രാവിലെ 10 നടക്കുന്ന ചടങ്ങിൽ പ്രൊഫസർ C രവീന്ദ്രനാഥ് MLA ഉദ്ഘാടനം ചെയ്യും. ലോക്കറിന്റെ ഉദ്ഘാടനം കേരള ബാങ്ക് ഡയറക്ടർ M ബാലാജി നിർവഹിക്കും. ജില്ലാ പഞ്ചായത്ത് വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ PI സജിത, തളിക്കുളം ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് CM നൌഷാദ്, ചാവക്കാട് സർക്കിൾ സഹകരണ യൂണിയൻ ചെയർമാൻ അഡ്വക്കേറ്റ് PR വാസു തുടങ്ങിയവർ പങ്കെടുക്കും. ബാങ്ക് പ്രസിഡന്റ് വിശ്വനാഥൻ വൈക്കാട്ടിൽ, സെക്രട്ടറി MB ബിജു, വൈസ് പ്രസിഡന്റ് ഷീല സോമൻ, ഡയറക്ടർ ബോർഡ് അംഗങ്ങളായ CB സുനിൽകുമാർ, ആരിഫ അഷ്റഫ് എന്നിവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു. എടത്തിരുത്തി വെസ്റ്റ് SNVLP സ്കൂളിൽ വായനാ ദിനം ആചരിച്ചു. കുട്ടികൾക്ക് വായനക്കുടുക്ക സമ്മാനിച്ചുകൊണ്ട് ഡയറ്റ് ഫാക്കൽറ്റി P പ്രസി വായനാ ദിനം ഉദ്ഘാടനം ചെയ്തു. PTA പ്രസിഡന്റ് ദിനാർ കുട്ടമംഗലം അധ്യക്ഷനായി. വാർഡ് മെമ്പർ ഷാജി കണ്ണങ്കില്ലത്ത്, OSA സെക്രട്ടറി ദിനേശ് കൊല്ലാറ എന്നിവർ ക്ലാസ് ലൈബ്രറികളുടെ ഉദ്ഘാടനം നിർവഹിച്ചു. മതിലകം BPC, CRC, C രശ്മി രക്ഷിതാക്കളുടെ രചനകളുടെ പ്രകാശനം നടത്തി. പ്രധാന അധ്യാപിക TG നിമ്മി, MPTA പ്രസിഡന്റ് ബുഷറ സലീം, മാനേജർ ഷീന മംഗൾ, അധ്യാപകരായ MA ഫൈസൽ, KD നീലിമ, KB സന്ധ്യ, MS ഫസീല, KG ഗീജ, OV സോന, ER രമ്യ തുടങ്ങിയവർ സംസാരിച്ചു. നിങ്ങളുടെ ഒരു വിദ്യാലയം എന്ന് കുറച്ചുകൂടെ 2 വാക്ക്
കൃത്യമായിട്ട് നമ്മളുടെ ഒരു കാലം ഉണ്ടായിരുന്നു. കുട്ടികളെല്ലാം കുറഞ്ഞു പോകുന്ന ഒരു കാലം ഉണ്ടായിരുന്നു. ആ കാലത്തിൽ നിന്ന് പൊതുലോകം, പൊതുസമൂഹം നമ്മുടെ പൊതുവിദ്യാലയങ്ങളെ തിരിച്ചുപിടിച്ചതിന്റെ വലിയൊരു മാതൃകയാണ് ഈ വിദ്യാലയം, അല്ലെ? കുട്ടികൾ കുറഞ്ഞു പോയിരുന്നിടത്ത് നിന്ന് ഇതാ ഞങ്ങൾ ഇവിടെ ഒരു കൂട്ടം അധ്യാപകരുണ്ട്, നന്നായി പണിയെടുക്കുന്ന നിങ്ങളുടെ കുട്ടികൾക്ക് ഓരോ കുട്ടിക്കും എന്താണോ വേണ്ടത് അത് എത്തിച്ചു തരാൻ ഒരുക്കമുള്ള ഒരു കൂട്ടം അധ്യാപകർ ഇവിടെ ഉണ്ട് എന്ന് ഓർമ്മിപ്പിച്ചുകൊണ്ട് നിങ്ങൾ ഒരു നാട്ടില് കുട്ടികളെ എത്തിച്ച ഒരു വിദ്യാലയം ആണ്. തൃശൂർ ജില്ലാ ലൈബ്രറി കൗൺസിലിന്റെ നേതൃത്വത്തിൽ ജില്ലാതല വായനാ പക്ഷാചരണ പരിപാടികൾക്ക് തുടക്കമായി. വായനയുടെ പ്രാധാന്യവും പുസ്തക സംസ്കാരത്തിന്റെ മൂല്യവും പുതുതലമുറയ്ക്ക് പകർന്നു നൽകുക എന്ന ലക്ഷ്യത്തോടെ സംഘടിപ്പിച്ച പരിപാടികളുടെ ജില്ലാതല ഉദ്ഘാടനം പെരിഞ്ഞനം ഗവൺമെന്റ് UP സ്കൂളിൽ നടന്നു. എഴുത്തുകാരനും തിരക്കഥാകൃത്തുമായ PS റഫീഖ് ഉദ്ഘാടനം നിർവഹിച്ചു. വായന മനുഷ്യന്റെ ചിന്താശേഷിയും സർഗാത്മകതയും വളർത്തുന്ന ശക്തമായ ഉപാധിയാണെന്നും ഡിജിറ്റൽ കാലഘട്ടത്തിലും പുസ്തക വായനയുടെ പ്രസക്തി വർദ്ധിച്ചു വരികയാണെന്നും അദ്ദേഹം അഭിപ്രായപ്പെട്ടു. ജില്ലാ ലൈബ്രറി കൗൺസിൽ സെക്രട്ടറി M രാജേഷ് ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു. ബാലസാഹിത്യകാരൻ SM ജീവൻ വായനാദിന സന്ദേശം നൽകി. സംസ്ഥാന ലൈബ്രറി കൗൺസിൽ അംഗം PN ദേവി പ്രസാദ്, താലൂക്ക് ലൈബ്രറി കൗൺസിൽ പ്രസിഡന്റ് MS മോഹൻദാസ്, സെക്രട്ടറി NS ജയൻ, പെരിഞ്ഞനം ഗവൺമെന്റ് UP സ്കൂൾ പ്രധാനാധ്യാപിക EK ഗദീജാബി, PTA പ്രസിഡന്റ് ER ജോഷി, പെരിഞ്ഞനം പഞ്ചായത്ത് സമിതി കൺവീനർ P രാധാകൃഷ്ണൻ തുടങ്ങിയവർ സംസാരിച്ചു. ഇനിയൊരു ഇടവേളയ്ക്ക് ശേഷം വാർത്തകൾ തുടരും. 9ാമത് TMC ഗ്രാമ്യ വിദ്യാഭ്യാസ പുരസ്കാരം 2026. കേരള വിഷൻ വരിക്കാരുടെ മക്കളിൽ SSLC +2 എല്ലാ സിലബസുകളിലെയും ഫുൾ A+ നേടിയ വിദ്യാർത്ഥികൾക്ക് ക്യാഷ് അവാർഡും മെമ്മന്റോയും നൽകുന്നു. അപേക്ഷാ ഫോമിനും കൂടുതൽ വിവരങ്ങൾക്കും നിങ്ങളുടെ കേരള വിഷൻ ഓപ്പറേറ്ററുമായി ബന്ധപ്പെടുക. പ്രമുഖ സ്വർണ്ണാഭരണ ഹോൾസെയിൽ സ്ഥാപനമായ AJ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് വാടാനപ്പള്ളി തൃപ്രയാർ ഷോറൂമുകളിൽ മൺസൂൺ ഓഫർ. എല്ലാ ദിവസവും നറുക്കെടുപ്പിലൂടെ ഗൃഹോപകരണങ്ങൾ സമ്മാനമായി ലഭിക്കുന്നു. 916 ഡയമണ്ട്സ്, സിൽവർ, 18 കാരറ്റ് എന്നിവയുടെ 1,00,000-ൽ പരം ലൈറ്റ് വെയ്റ്റ് കളക്ഷനുകൾ ഹോൾസെയിൽ വിലയിൽ നിങ്ങൾക്ക് സ്വന്തമാക്കാം. പണിക്കൂലിയില്ലാതെ ആഭരണങ്ങൾ സ്വന്തമാക്കാൻ വിവിധ പദ്ധതികൾ. 5 പവൻ മുതലുള്ള വെഡ്ഡിംഗ് സെറ്റുകൾ. പഴയ സ്വർണത്തിനും പണയത്തിലിരിക്കുന്ന സ്വർണത്തിനും ഉയർന്ന വിലയും ഉടൻ പണവും. AJ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, വാടാനപ്പള്ളി ആൻഡ് തൃപ്രയാർ. Manappuram Geeta Ravi Public School, the joy of learning.
നിങ്ങളുടെ അധ്വാനത്തിന് സത്യമുണ്ട്. ഞങ്ങളുടെ സ്വർണത്തിനും. ഇഷാര ഗോൾഡൻ ഡയമണ്ട്സ്, കൊടുങ്ങല്ലൂർ റോഡ്, തൃപ്രയാർ. സ്വർണത്തിന്റെ സത്യം. വാർത്തകളിലേക്ക് തിരിച്ചു വരാം. അന്തിക്കാട് ഹൈസ്കൂളിൽ വായനാ ദിനം വിപുലമായി ആഘോഷിച്ചു. സൈക്കോളജിസ്റ്റും എഴുത്തുകാരിയും അധ്യാപികയുമായ നഫീസത്ത് ബീവി വായനാ ദിനം, വിദ്യാരംഗം, കലാസാഹിത്യവേദി എന്നിവയുടെ ഉദ്ഘാടനം നിർവഹിച്ചു. PTA പ്രസിഡന്റ് സജീഷ് മാധവൻ അധ്യക്ഷനായി. വായനാ ദിനത്തോട് ബന്ധപ്പെട്ട് കുട്ടികളുടെ കലാപരിപാടികൾ അരങ്ങേറി. പ്രധാന അധ്യാപകൻ VR വിനോദ് മാസ്റ്റർ, പ്രിജി ടീച്ചർ NR, ഷജന ജിബിൻ, ഫെബിന ലത്തീഫ്, അശ്വതി CB എന്നിവർ സംസാരിച്ചു. എഴുത്തുകാരി നെല്ലിമരച്ചോട്ടിൽ കുട്ടികളുമായി സംവദിച്ചു. വൈവിധ്യമാർന്ന വായന അനുഭവങ്ങളുമായി CSM വായനാ ദിനം ആചരിച്ചു. വായനാ ദിനാഘോഷ പരിപാടികൾ എഴുത്തുകാരനും സാമൂഹിക പ്രവർത്തകനുമായ ബാപ്പു വലപ്പാട് ഉദ്ഘാടനം ചെയ്ത് താൻ രചിച്ച പുസ്തകങ്ങൾ സ്കൂൾ ലൈബ്രറിയിലേക്ക് കൈമാറി. ഞാനൊരു ലോവർ പ്രൈമറി സ്റ്റുഡൻ്റാണ്. ഇന്നും വയസ്സ് 24 ഇന്നും വലപ്പാട് ജീസിലെ GDM സ്കൂളിലെ ഒരു ലോവർ പ്രൈമറി വിദ്യാർത്ഥിയാണ്. ഒരു 4ാം ക്ലാസ് മാത്രം വിദ്യാഭ്യാസമുള്ള എനിക്ക്. മറിച്ച് നിങ്ങളൊക്കെ പ്രതീക്ഷിച്ചുകൊണ്ടിരിക്കുന്നത് പ്രശസ്തരായിട്ടുള്ള വിദ്യാസമ്പന്നരായിട്ടുള്ള സാഹിത്യകാരന്മാർ കൂടെയുള്ള ഉദ്ഘാടനവും പ്രസംഗവുമാണ്. അതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ഞാനൊരു പാവപ്പെട്ട 4ാം ക്ലാസ്സുകാരനാണ്. അപ്പം അതുകൊണ്ട് നിങ്ങൾ പ്രതീക്ഷിക്കുന്ന ഒന്നും എന്നിൽ നിന്ന് കിട്ടില്ല. എനിക്കാകെ നിങ്ങളായിട്ട് പങ്കുവയ്ക്കാനുള്ളത് ഇന്ന് എന്താ ഇന്നത്തെ ദിവസത്തിൻ്റെ പ്രത്യേകത എന്താ? ഇന്ന് ജൂൺ 19 മലയാളിയെ മറക്കാത്തൊരു സുദിനമാണെന്ന് PN പണിക്കർ എന്ന മഹൽ വ്യക്തി അദ്ദേഹം ഗ്രന്ഥശാല പ്രസ്ഥാനം സംഘടിപ്പിച്ചു. അതിൻ്റെ ജനീതാവ് എന്ന് വേണമെങ്കിൽ പറയാം. അദ്ദേഹത്തെക്കുറിച്ച് വിദ്യാർത്ഥികൾക്ക് വളരെ നല്ല അറിവുണ്ടായിട്ടുണ്ടെന്ന് എനിക്കറിയാം. CSM പ്രസിദ്ധീകരിച്ച കയ്യെഴുത്ത് മാസികയായ റീഡ് ആൻഡ് ഗ്രോ പ്രിൻസിപ്പൽ ഡോക്ടർ ദിനേശ് ബാബുവിന് നൽകിക്കൊണ്ട് ബാപ്പു വലപ്പാട് പ്രകാശനം ചെയ്തു. വായനാ ദിന പ്രതിജ്ഞ, പുസ്തക പരിചയം, വായനാനുഭവം പങ്കുവയ്ക്കൽ, PN പണിക്കർ അനുസ്മരണം, വായനാ ദിനഗാനം, നൃത്തം, കവിതാലാപനം, സ്കിറ്റ് തുടങ്ങി അനവധി പരിപാടികൾ അവതരിപ്പിച്ചുകൊണ്ട് കുട്ടികൾ വായന വാര പരിപാടികൾക്ക് തുടക്കം കുറിച്ചു. പ്രിൻസിപ്പൽ ഡോക്ടർ ദിനേശ് ബാബു M, സെക്രട്ടറി CM നൌഷാദ്, PTA പ്രസിഡന്റ് ഇർഷാദ് ചേറ്റുവ, മാനേജർ PK ഹൈദരാലി, വൈസ് പ്രിൻസിപ്പൽ നിദീറ ജാബിർ, അസ ഫാത്തിമ അഷ്റഫ് തുടങ്ങിയവർ സംസാരിച്ചു. വാടാനപ്പള്ളി ഗണേശമംഗലം പണ്ടാരൻ രുദ്രമഹാകാളി അന്നപൂർണേശ്വരി വിഷ്ണുമായ ക്ഷേത്രത്തിലെ അഷ്ടമംഗല്യ പ്രശ്ന പരിഹാര ക്രിയകളും അഷ്ടബന്ധ നവീകരണ കലശവും പുനഃപ്രതിഷ്ഠാ ചടങ്ങുകളും ഭക്തി നിർഭരമായി ആഘോഷിച്ചു. ചടങ്ങുകൾക്ക് ക്ഷേത്രം തന്ത്രി കണ്ണൻ ചാന്തി മുഖ്യ കാർമ്മികത്വം വഹിച്ചു. ചൊവ്വാഴ്ച രാവിലെ ഗണപതി ഹോമം, അന്നപൂർണേശ്വരി ദേവിയുടെ ബിംബ പരിഗ്രഹം, വിശേഷാൽ പൂജകൾ, മഹാസുദർശന ഹോമം എന്നിവ നടത്തി. വൈകിട്ട് ആചാര്യവരണം, ദീപാരാധന എന്നിവ ഉണ്ടായി. ബുധനാഴ്ച രാവിലെ ഗണപതി ഹോമം, തിലഹോമം, ബിംബശുദ്ധി ക്രിയകൾ, ഉച്ചപൂജ, വൈകിട്ട് ദീപാരാധനയ്ക്ക് ശേഷം ഭഗവതി സേവ, അത്താഴപൂജ എന്നിവയും നടന്നു. വ്യാഴാഴ്ച രാവിലെ ഗണപതി ഹോമം, തുടർന്ന് മഹാസായുജ്യ പൂജ, വൈകിട്ട് ദീപാരാധനയ്ക്ക് ശേഷം അഷ്ടബന്ധ കലശക്രിയകൾ എന്നിവ ഉണ്ടായിരുന്നു. വെള്ളിയാഴ്ച രാവിലെ ഗണപതി ഹോമം, താലവാദ്യ നാമജപത്തോടെ ശ്രീലകത്തേക്ക് എഴുന്നള്ളിപ്പ്, തുടർന്ന് അഷ്ടബന്ധന്യാസം, കലശാഭിഷേകം, മഹാനിവേദ്യം, വിശേഷാൽ പൂജകൾ, അന്നദാനം, വൈകിട്ട് ദീപാരാധന, അത്താഴപൂജ, തിരുവാതിരക്കളി എന്നിവയും ഉണ്ടായിരുന്നു. ചടങ്ങുകൾക്ക് ക്ഷേത്രം ഭാരവാഹികളായ പ്രസിഡന്റ് PV പ്രദീപ് കുമാർ, സെക്രട്ടറി PS അമരീഷ്, ട്രഷറർ
PP സഹദേവൻ എന്നിവർ നേതൃത്വം നൽകി. ഭഗവതി വരദേ കാളി കാമാരികന്യേ നിത്യേ നീരംഭരൂപേ നിശതമിതമയേ ദേവി നീലാംബുദാഭേ ദംഷ്ട്രേ ഗദ്ധാദിഘോരേ പ്രശവിതതരിജേതാരുഗാത്രപ്രകൃഷ്ടേ നമ്യേ നിത്യം നമസ്തേ മയി ഗുരുകരുണാം വൈരിണാമാശുനാശാൻ കാളികാളി മഹാകാളി ഭദ്രകാളി നമോസ്തുതേ കുലം ച കുലധർമ്മം ച മാം ച പാലയ പാലയ. അമ്മേ ശരണം, ദേവി ശരണം. ഇന്നലെ ഞാൻ ചില കാര്യങ്ങൾ പറയുകയുണ്ടായി. ദേവിയുടെ നവീകരണ മനുഷ്യക്രിയാദികളെ ഞാൻ വാടാനപ്പള്ളി സെന്റ് ഫ്രാൻസിസ് സേവിയേഴ്സ് RCUP സ്കൂളിൽ വായനാ വാരാചരണത്തോടനുബന്ധിച്ച് പുസ്തക ശേഖരവുമായി എത്തിയ പുസ്തകത്തോണി കൗതുകമുണർത്തി. പുസ്തകത്തോണിയിൽ പുസ്തകങ്ങൾ നിറച്ചുകൊണ്ട് സ്കൂൾ മാനേജർ ഫാദർ സിൻഡോ തൊറയൻ വായനാ വാരാഘോഷം ഉദ്ഘാടനം ചെയ്തു. വാടാനപ്പള്ളി ഗ്രാമപഞ്ചായത്ത് അംഗം ശ്രീജ സുജിത്ത് അധ്യക്ഷത വഹിച്ചു. PTA പ്രസിഡന്റ് CS സുനിൽകുമാർ വായനാദിന സന്ദേശം നൽകി. ഹെഡ് മിസ്ട്രസ് സീജ ജോസഫ്, മുൻ അധ്യാപകൻ സ്റ്റീഫൻ മാസ്റ്റർ എന്നിവർ ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു. തുടർന്ന് വായനാദിന സന്ദേശ റാലി, കവിതാലാപനം, ലൈബ്രറി നവീകരണം, വായനാ മത്സരം, സർഗാത്മക രചനകൾ ഉൾപ്പെടുത്തി പതിപ്പ് നിർമ്മാണം എന്നിവയും ഉണ്ടായിരുന്നു. 5 പതിറ്റാണ്ടിൻ്റെ കാവ്യ സബര്യ, അക്ഷരലോകത്ത് സജീവമായി E. ജിനൻ. ലളിതമായ വരികളിലൂടെ കുട്ടികളുടെയും മുതിർന്നവരുടെയും ഹൃദയം കീഴടക്കിയ പ്രമുഖ കവിയും ബാലസാഹിത്യകാരനുമായ E. ജിനന്റെ സാഹിത്യ ജീവിതം 5 പതിറ്റാണ്ട് പിന്നിടുന്നു. മലയാള ബാലസാഹിത്യ രംഗത്ത് തനതായ ശൈലിയിലൂടെ വ്യക്തിമുദ്ര പതിപ്പിച്ച അദ്ദേഹം ഇന്നും പുതിയ രചനകളുമായി സാഹിത്യ ലോകത്ത് സജീവ സാന്നിധ്യമാണ്. മണപ്പുറത്തിന്റെ സാഹിത്യ പ്രതിഭയായിരുന്ന EVG എന്നറിയപ്പെട്ടിരുന്ന EV ഗോപാലൻ മാസ്റ്ററുടെ മകനായ ജിനൻ ചെറുപ്പം മുതലേ എഴുത്തിന്റെ ലോകത്തേക്ക് കടന്നു വന്നു. മതിലകം സെന്റ് ജോസഫ് സ്കൂളിലെ പഠനകാലത്ത് കയ്യെഴുത്ത് മാസികകളിലൂടെയായിരുന്നു സാഹിത്യ യാത്രയുടെ തുടക്കം. തുടർന്ന് നിരവധി സമാന്തര പ്രസിദ്ധീകരണങ്ങളുടെയും ആനുകാലികങ്ങളിലൂടെയും തന്റെ രചനകൾ വായനക്കാരിലെത്തിച്ചു. 1975 പ്രസിദ്ധീകരിച്ച ഉണ്ണിക്കിനാവ് എന്ന കവിതയോടെയാണ് സാഹിത്യരംഗത്ത് ശ്രദ്ധേയമായ അരങ്ങേറ്റം. തുടക്കം പഠനകാലത്താണ് എന്ന് പറഞ്ഞാലും ചെറുപ്പത്തിലെ കുത്തിക്കുറിച്ച് നോക്കി പല കവിത വായിച്ചു നോക്കുമ്പോൾ ഇതുപോലെ എഴുതിയാൽ എങ്ങനെയെന്ന് വിചാരിച്ചിട്ട് എഴുതി വയ്ക്കൊന്നും ശരിയായിട്ടില്ല. അച്ഛനെഴുത്തുകാരൻ അച്ഛൻ്റെ കൊടുക്കുമ്പോൾ അച്ഛനത് തിരുത്തും. അപ്പോൾ ഞാൻ വിചാരിച്ചു അതുപോലെ അല്ല, അപ്പോൾ അത് ഉപേക്ഷിച്ചു. പിന്നീട് വായന തന്നെയായി. ഈ ജിനന്റെ രചനകളിൽ ഏറ്റവും ജനപ്രിയമായ കൃതികളിലൊന്നാണ് കുരുത്തോലക്കിളി. സംസ്ഥാന ബാലസാഹിത്യ ഇൻസ്റ്റിറ്റ്യൂട്ട് പുരസ്കാരം നേടിയ ഈ കവിതാ സമാഹാരത്തിന്റെ വരികൾ സംഗീതാവിഷ്കാരമായി സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിച്ചപ്പോൾ ലക്ഷക്കണക്കിന് ആളുകളാണ് അത് ഏറ്റെടുത്തത്. കവിതയുടെ അതിവിപുലമായ ജനപ്രീതിയെ തുടർന്ന് അതിന്റെ യഥാർത്ഥ രചയിതാവിനെ കണ്ടെത്താൻ ഡിജിറ്റൽ മാധ്യമങ്ങളിൽ പരസ്യം നൽകേണ്ട സാഹചര്യം വരെ ഉണ്ടായത് ഈ സൃഷ്ടിയുടെ സ്വാധീനം വ്യക്തമാക്കുന്നു. തലമുറകൾ മാറിയിട്ടും കുരുത്തോലക്കിളി ഇന്നും വായനക്കാരുടെയും ആസ്വാദകരുടെയും പ്രിയപ്പെട്ട കവിതയായി തുടരുന്നു. ഇതിൻ്റെ അവകാശമായിട്ട് വേറെ ആൾക്കാർ വന്നു ഈ എഴുതി കവിത എനിക്ക് എൻ്റെ നഷ്ടപ്പെടുകയും പാടിയ കുട്ടികളെ പെരിഞ്ഞത്തെ സാരംഗി ജോഷിന് ഞാൻ പോയിട്ടിട്ട് അവൾ അത് ഒരു മൊബൈൽ പിടിക്കുകയും അത് പാടി കിടന്ന് ഇവിടെ വൈറലാക്കി അവൾ നാട്ടിൽ. പിന്നെ അവിടെ നിന്ന് അത് ലീക്കായിട്ട് യൂട്യൂബിലെത്തിയത്. അപ്പോൾ അത് അവർ ഒരു പറഞ്ഞു ഈ കവിതയ്ക്ക് ആരെങ്കിലും അവകാശം ഉണ്ടോ എന്ന് ചോദിച്ചു ഇട്ടുണ്ടായത്. അപ്പോൾ എനിക്കൊന്ന് അതിൻ്റെ ടെക്നോളജി അറിയാത്തതുകൊണ്ട് ഞാൻ ഒന്നും മിണ്ടാണ്ടിരുന്നു. അതുകൊണ്ട് എല്ലാവരും ആ ഷെയർ ചെയ്ത് പോയിട്ട് ഒരു വൈറലായിട്ട് മാറിയത്. പക്ഷേ 20 കൊല്ലമായിട്ടും ഈ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഈ കിളി. എൻ്റെ ഒരു ജീവിതത്തിലെ ഇത് ഞാൻ അറിയാൻ ഒരുപാട് കവിത വേറെ ചെയ്തിട്ടുണ്ടെങ്കിലും ഇതാണ് പറന്നുപോയത്. കേരളത്തിലെ ലക്ഷക്കണക്കിന് വിദ്യാർത്ഥികൾ പഠിക്കുന്ന കാറ്റ് പറഞ്ഞത് എന്ന പ്രശസ്ത കവിതയുടെ രചയിതാവും ഈ ജിനനാണ്. കൂടാതെ ഉപ്പിന് പോണ ദിക്കേത്, അവകാശികൾ, 2 മഴക്കാഴ്ചകൾ തുടങ്ങിയ കവിതകളും കേരള പാഠപുസ്തകങ്ങളിൽ ഇടം നേടിയിട്ടുണ്ട്. പമ്പരം കറങ്ങണ കാഴ്ചയിൽ ആ കാഴ്ച സാധാരണ രസത്തിൽ കറങ്ങണ ഭംഗിയാണ്. പക്ഷെ ഞാനായിട്ടൊരു നൊമ്പരം കണ്ടു. കുട്ടികൾക്ക് പ്രത്യേകിച്ച് എഴുതുമ്പോഴും
അതിലൊരു ആശയം അവർക്ക് കിട്ടണം. അത് ആ കവിത ഈ യുറീക്ക മാഷയ്ക്ക് അയക്കുക, അവർ പ്രസിദ്ധീകരിക്കുകയും ചെയ്തു. യുറീക്കയിൽ നിന്നാണ് പാഠപുസ്തകങ്ങളിലേക്ക് വന്നത്. കുട്ടികളെ ദിക്ക് പഠിപ്പിക്കുന്നതോടൊപ്പം തന്നെ ചരിത്രം പഠിപ്പിക്കുക, ഗാന്ധിക്ക് വരാം, അങ്ങനെ ഒരുപാട് കാര്യങ്ങളുള്ളത് കൊണ്ടായിരിക്കും എൻ്റെ കവിത ഒരു പാഠപുസ്തകത്തിൽ പിന്നെ 3 വന്നു. ഇക്കൊല്ലം 4 ഒരു പാഠപുസ്തകം പഠിക്കാനുണ്ട്. 5ാം ക്ലാസ്സിൽ ഒരു ഭാഗം പഠിക്കാനുണ്ട്. ഒരു മഴക്കവിതയുണ്ട്. നിരവധി രചനകൾ CBSE പാഠപുസ്തകങ്ങളിലും ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ലളിതമായ ഭാഷയും കുട്ടികൾക്ക് എളുപ്പത്തിൽ ഉൾക്കൊള്ളാനാകുന്ന ആശയവിനിമയ ശൈലിയുമാണ് അദ്ദേഹത്തിന്റെ കവിതകളെ ക്ലാസ് മുറികളിൽ പ്രിയങ്കരമാക്കിയത്. സാഹിത്യ പാരമ്പര്യമുള്ള കുടുംബത്തിൽ ജനിച്ച ഈ ജിനൻ സൗത്ത് ഇന്ത്യൻ ബാങ്കിൽ അസിസ്റ്റന്റ് മാനേജരായാണ് ഔദ്യോഗിക ജീവിതത്തിൽ നിന്ന് വിരമിച്ചത്. സാഹിത്യ പ്രവർത്തനങ്ങൾക്കൊപ്പം കേരള ശാസ്ത്ര സാഹിത്യ പരിഷത്തിന്റെ സജീവ പ്രവർത്തകനായും അദ്ദേഹം ശ്രദ്ധേയനായിരുന്നു. കുട്ടികളുടെ പ്രിയപ്പെട്ട ശാസ്ത്ര മാസികയായ യുറീക്കയുടെ പത്രാധിപ സമിതി അംഗമായും ദീർഘകാലം പ്രവർത്തിച്ചു. കവിതകൾക്ക് പുറമെ കഥ, നാടകം, ഗാനരചന തുടങ്ങി വിവിധ സാഹിത്യ മേഖലകളിലായി 20ലധികം പുസ്തകങ്ങൾ ഈ ജിനന്റെ പേരിലുണ്ട്. സംസ്ഥാന ബാലസാഹിത്യ ഇൻസ്റ്റിറ്റ്യൂട്ട് പുരസ്കാരത്തിനൊപ്പം PT ഭാസ്കര പണിക്കർ അവാർഡ് ഉൾപ്പെടെ നിരവധി പുരസ്കാരങ്ങളും അദ്ദേഹത്തെ തേടിയെത്തിയിട്ടുണ്ട്. 50 വർഷത്തെ സമ്പന്നമായ സാഹിത്യ ജീവിതം പിന്നിടുമ്പോഴും വരികളിലെ ലാളിത്യവും മനുഷ്യസ്നേഹവും കൈവിടാതെ പുതിയ സൃഷ്ടികളുമായി മുന്നേറുകയാണ് മതിലകത്തിന്റെ ഈ അഭിമാന സാഹിത്യകാരൻ. ബാലസാഹിത്യത്തെയും കവിതയെയും ഒരുപോലെ സമ്പന്നമാക്കിയ ഈ ജിനന്റെ അക്ഷരയാത്ര പുതിയ തലമുറകൾക്കും പ്രചോദനമായി തുടരുന്നു. മാവിൻ തണലിൽ ഞാൻ ഒറ്റയ്ക്ക് പുസ്തകം വായിച്ചിരുന്നു രസിച്ച കാലം. കാണാത്ത കൊമ്പിൽ നിന്ന് 5-6 മാമ്പഴം കാറ്റിൻ്റെ കൈകൾ കൊഴിച്ചു തന്നു. ഞാനതിലൊന്നെടുത്തോടുവാൻ നോക്കുമ്പം ന്യായം പറയുവാൻ കാക്ക വന്നു. ആ ചില്ല ഈ ചില്ല മാറിച്ചിലച്ചുകൊണ്ടണ്ണാറ കണ്ണനും നോട്ടമിട്ടു. ഇനിയൊരു ഇടവേളയ്ക്ക് ശേഷം വാർത്തകൾ തുടരും. ബിൽടെക് തൃപ്രയാറിലെ ഏറ്റവും വലിയ ഇലക്ട്രിക്കൽ, പ്ലംബിംഗ്, സാനിറ്ററി ആൻഡ് ഹാർഡ്വെയർ ഷോറൂം. കമ്മീഷൻ ഇല്ലാതെ ഏറ്റവും വിലക്കുറവിൽ ഫിക്സഡ് പ്രൈസിൽ വീട് പണിക്ക് ആവശ്യമായ എല്ലാവിധ ഇലക്ട്രിക്കൽ, പ്ലംബിംഗ്, സാനിറ്ററി, ബാത്റൂം ഫിറ്റിംഗ്സ്, കിച്ചൺ സിങ്സ്, വാർഡ്രോബ്സ്, മോഡുലാർ കിച്ചൺ, സ്റ്റീൽ ഡോർസ് ആൻഡ് വിൻഡോസ്, ഹാർഡ്വെയർസ് ആൻഡ് ഡോർ ലോക്സ്, സ്റ്റെയിൻലെസ് സ്റ്റീൽ ആൻഡ് PVC വാട്ടർ ടാങ്ക്സ്, ജനറൽ ഹൗസ് ഹോൾഡ് തുടങ്ങി നിരവധി ബ്രാൻഡഡ് ഉൽപ്പന്നങ്ങൾ ഒരേ കുടക്കീഴിൽ അതീവ വിലക്കുറവിൽ ലഭ്യമാകുന്നു. തൃപ്രയാർ പോളി ജംഗ്ഷനിലുള്ള ബിൽടെക്കിന്റെ ഓൾ ഇൻ വൺ ഹാർഡ്വെയർ ഷോറൂമിലേക്ക് ഏവർക്കും സ്വാഗതം. ബിൽടെക് തൃപ്രയാറിലെ ഏറ്റവും വലിയ ഇലക്ട്രിക്കൽ, പ്ലംബിംഗ്, സാനിറ്ററി ആൻഡ് ഹാർഡ്വെയർ ഷോറൂം. വേണാട് ഫിനാൻസിൽ നിങ്ങളുടെ സ്വർണത്തിന് ഇരട്ടി മൂല്യം വരെ ലഭിക്കാവുന്ന അടിപൊളി ഗോൾഡ് ലോൺ സ്കീമുകളുണ്ട്. കൂടാതെ നിക്ഷേപങ്ങൾക്ക് ഏറ്റവും ഉയർന്ന പലിശയും ബിസിനസ്സുകാർക്ക് പെട്ടെന്ന് ലഭിക്കാവുന്ന ചെറുകിട മൈക്രോ ബിസിനസ് ലോണുകളും. കൂടുതൽ വിവരങ്ങൾക്ക് താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക. മനം കവരും സ്വർണ്ണ വജ്രശോഭയിൽ മനോഹരമായ ഡിസൈനുകൾ, ലൈറ്റ് വെയ്റ്റ് ആഭരണങ്ങളുടെ മികച്ച കളക്ഷൻസ്, 3 പതിറ്റാണ്ടിലേറെ പാരമ്പര്യത്തോടെ മുഗൾ ഗോൾഡൻ ഡയമണ്ട്സ്, തൃപ്രയാർ 3 പീടിക. ആദ്യമൊക്കെ ആളുകൾ എന്നെ കാണുമ്പോൾ ചോദിക്കുമായിരുന്നു, എന്താ നിന്റെ മുഖത്തൊരു ആത്മവിശ്വാസ കുറവെന്ന്. ഇപ്പൊ ചോദ്യം മാറി, എന്താ നിന്റെ മുഖത്തൊരു ഓവർ കോൺഫിഡൻസ് എന്നായി. സത്യത്തിൽ ഇത് ഓവർ കോൺഫിഡൻസ് അല്ല, കോൺഫിഡൻസ് ആണ്.
ഡോക്ടർ ഷെൽവി കെ ശ്രീജിത്തിന്റെ നേതൃത്വത്തിൽ സ്പർശ ആയുർവേദിക് ബ്യൂട്ടി പാർലർ ആൻഡ് കോസ്മെറ്റോളജി ക്ലിനിക് നൽകുന്ന കോൺഫിഡൻസ്. മുഖക്കുരു, കറുത്ത പാടുകൾ, കരിമംഗല്യം, താരൻ, മുടികൊഴിച്ചിൽ, അരിമ്പാറ എന്നിവയ്ക്ക് പൂർണ്ണമായും ആയുർവേദ ഔഷധങ്ങൾ ഉപയോഗിച്ചുള്ള ആയുർവേദ കോസ്മെറ്റോളജി ചികിത്സ. സ്പാ, പെഡിക്യൂർ, മാനിക്യൂർ, ആയുർവേദ ഫേഷ്യൽ, ഹെയർ കട്ട്, കളറിംഗ് തുടങ്ങി എല്ലാവിധ സർവീസുകളും ലഭ്യമാണ്. ഉഴിച്ചിൽ, പിഴിച്ചിൽ, ധാര, കിഴി തുടങ്ങി കേരളീയ ചികിത്സയ്ക്ക് പുറമെ പഞ്ചകർമ്മ ചികിത്സകളും ലഭ്യമാണ്. സ്പർശ ആയുർവേദ ക്ലിനിക് ആൻഡ് ആയുർവേദിക് ബ്യൂട്ടി പാർലർ നിയർ സൗത്ത് പെട്രോൾ പമ്പ്, തൃപ്രയാർ. വാർത്തകളിലേക്ക് തിരിച്ചു വരാം. ചൂലൂർ AAILP സ്കൂളിൽ വായനാ ദിനോത്സവവും ജനറൽ PTA യോഗവും നടത്തി. എഴുത്തുകാരൻ ബാപ്പു വലപ്പാട് ഉദ്ഘാടനം ചെയ്തു. മെന്ററായ ഷഹാന അഷ്റഫ് കുട്ടികൾക്കായി വായനാ ദിന സന്ദേശം നൽകി. നീതു ടീച്ചർ, ഡയറ്റ് ഫാക്കൽറ്റി, പ്രിസി ടീച്ചർ, നൂർജഹാൻ ടീച്ചർ എന്നിവർ സംസാരിച്ചു. കുട്ടികൾക്ക് കവിത ചൊല്ലിക്കൊടുക്കുകയും വായനയുടെ പ്രാധാന്യത്തെക്കുറിച്ച് രക്ഷിതാക്കളെ ബോധവൽക്കരിക്കുകയും ചെയ്തു. ക്വിസ് മത്സരത്തിൽ വിജയികളായവർക്കും അമ്മ വായനാ മത്സരത്തിലും കഥ പറയൽ മത്സരത്തിലും വിജയികളായവർക്കും സമ്മാനങ്ങൾ വിതരണം ചെയ്തു. നമുക്കൊന്നു ചേർന്ന് സരപറ പെയ്യുന്ന മഴയിൽ നനഞ്ഞ് കളിമഞ്ച് തുഴയുന്നു കുഞ്ഞുമക്കൾ. ആസ്വദിക്കാം ഈ പെരുമഴയെ നമുക്കൊന്നു ചേർന്ന്. അറിവിൻ മുന്നിൽ ആരുടെ തലയും താഴ്ന്നിടുമെന്നും അറിയുക നാം. അറിവില്ലെങ്കിൽ നാമില്ല, വായിക്കാതെ വളരല്ലേ. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് താന്യം മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ലോക്സഭാ പ്രതിപക്ഷ നേതാവും കോൺഗ്രസിന്റെ സമുന്നത നേതാവുമായ രാഹുൽ ഗാന്ധിയുടെ ജന്മദിനാഘോഷം കാരുണ്യ വൃദ്ധസദനത്തിലെ അമ്മമാർക്കൊപ്പം ആഘോഷിച്ചു. വൃദ്ധസദനത്തിൽ നടന്ന ചടങ്ങിൽ കേക്ക് മുറിച്ച് നൽകി ആഘോഷങ്ങൾക്ക് തുടക്കമിട്ടു. മണ്ഡലം കോൺഗ്രസ് പ്രസിഡന്റ് ആന്റോ തൊറയൻ, ബ്ലോക്ക് കോൺഗ്രസ് വൈസ് പ്രസിഡന്റ് രാമൻ നമ്പൂതിരി, കർഷക കോൺഗ്രസ് സംസ്ഥാന സെക്രട്ടറി MB സജീവൻ, മുൻ മണ്ഡലം കോൺഗ്രസ് പ്രസിഡന്റ് KN വേണുഗോപാൽ, പ്രമോദ് കണിമംഗലത്ത്, സജീവൻ ഞാറ്റുവെട്ടി, വിൻസെന്റ് കുണ്ടുകുളങ്ങര, പോൾ പുലിക്കോട്ടിൽ, അഷ്റഫ് അമ്പയിൽ എന്നിവർ പ്രസംഗിച്ചു. ശിവാജി കൈപ്പുള്ളി, ലൂയിസ് താണിക്കൽ, ജഗദീഷ് രാജ് വളമുക്ക്, വില്ലി പട്ടത്താനം, രേണുക റിജു എന്നിവർ നേതൃത്വം നൽകി. കേരളത്തിൽ UDF സർക്കാർ അവതരിപ്പിച്ച ബഡ്ജറ്റിനെതിരെ CITU മണലൂർ ഏരിയ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രതിഷേധ കൂട്ടായ്മ സംഘടിപ്പിച്ചു. കാഞ്ഞാണിയിൽ നടന്ന പരിപാടി ജില്ലാ വൈസ് പ്രസിഡന്റ് KV ഷീബ ഉദ്ഘാടനം ചെയ്തു. KK ശശിധരൻ അധ്യക്ഷത വഹിച്ചു. CK വിജയൻ, VG സുബ്രഹ്മണ്യൻ, MK സദാനന്ദൻ, PG സുബിദാസ്, CG മോഹൻദാസ്, KS സദാനന്ദൻ, KS പുഷ്പാകരൻ, PK നൌഫൽ, VK വേലായുധൻകുട്ടി എന്നിവർ സംസാരിച്ചു. ചാഴൂർ ALP സ്കൂളിൽ വായനാ ദിനാചരണവും ക്ലാസ് ലൈബ്രറികളുടെ ഉദ്ഘാടനവും എഴുത്തുകാരൻ പ്രസാദ് പഴുവിൽ നിർവഹിച്ചു. PTA പ്രസിഡന്റ് മധു പണിക്കർ അധ്യക്ഷനായി. യോഗത്തിൽ പ്രധാനാധ്യാപിക ഹരിത ടീച്ചർ, BRC കോർഡിനേറ്റർ അപർണ ടീച്ചർ എന്നിവർ സംസാരിച്ചു. നമുക്ക് പണ്ട് നമ്മൾ കേട്ടിട്ടുണ്ടായിരിക്കും വാമൊഴി വരമൊഴി എന്ന് പറയും. അതിൽ പണ്ട് വാമൊഴിയായി, അതായത് അക്ഷരങ്ങളൊന്നും എഴുത്തുകളൊന്നും ഇല്ലാതിരുന്ന കാലത്ത്, അക്ഷരങ്ങളൊന്നും കണ്ടുപിടിച്ചിട്ടില്ലാത്ത കാലത്ത് വാമൊഴിയിൽ കൂടിയാണ് നമ്മൾക്ക് ഈ മഹാഭാരത രാമായണമൊക്കെ വാമൊഴി വഴി പകർന്നു വന്നിട്ടുള്ളതാണ്. വരമൊഴി പിന്നീടാണ് വരുന്നത്. വരമൊഴി എന്ന് പറഞ്ഞാൽ ലെറ്റേഴ്സാണ്, എഴുത്താണ്. അപ്പോൾ ഈ കാലത്ത് ഇപ്പോൾ ഇത് ഡിജിറ്റൽ യുഗമാണ്. ഇപ്പോൾ വീണ്ടും അതിൽ മാറ്റങ്ങളൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ വാമൊഴി വരമൊഴി ഡിജിറ്റൽ യുഗത്തിലാണ് ഇപ്പോഴത്തെ കുട്ടികളുള്ളത്. അവരെത്രമാത്രം വായിക്കുന്നുണ്ട് എന്നുള്ളത് നമുക്കറിയില്ല. അപ്പോൾ എൻ്റെ കുട്ടിക്കാലത്തൊക്കെ നമ്മൾ വായിച്ചു തുടങ്ങുന്നത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, പൂമ്പാറ്റ, ബാലരമ, അമ്പിളിയമ്മാവൻ, അങ്ങനെയുള്ള സംഭവങ്ങൾ, ബോബനും മോളിയും അങ്ങനെയുള്ളതൊക്കെയാണ്. പിന്നെ കുറേശ്ശെ വളർന്ന് നമ്മൾ സ്വാഭാവികമായിട്ടും അത് ഇപ്പോൾ നമ്മുടെ കവികളെക്കുറിച്ചും കവികളും പുറത്തുള്ള എഴുത്തുകാരും അങ്ങനെയൊക്കെ നമ്മുടെ വായന ലോകം വളർന്നു വരികയാണ് ചെയ്യുന്നത്. അതോടൊപ്പം നമ്മൾ വളരും. ഇപ്പോൾ വായന എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പുതിയ ലോകത്തേക്കുള്ള ഒരു താക്കോല എന്നാണ് പറയുന്നത്. കഴിമ്പ്രം VPM SNDP HS സ്കൂളിൽ ബുക്സ് ആൻഡ് ബൂട്ട്സ് FIFA 2026 ഫെസ്റ്റിവൽ ആഘോഷമായി നടന്നു. NSS വിദ്യാർത്ഥികളുടെ നേതൃത്വത്തിൽ ഒരു ഭീമൻ കാൽപന്തുണ്ടാക്കി സ്കൂൾ വരാന്തയിൽ സ്ഥാപിച്ചു. വിവിധ ലോക രാജ്യങ്ങളുടെ ജേഴ്സി ധരിച്ചും പതാക ഏന്തിയുമാണ് വിദ്യാർത്ഥികൾ ഫെസ്റ്റിവലിൽ അണിനിരുന്നത്. FIFA ഗാനങ്ങളോടുകൂടി തുടങ്ങിയ പരിപാടി മുൻ MLAയും SN കോളേജ് മുൻ പ്രധാന അധ്യാപകനുമായ KU അരുണൻ മാസ്റ്റർ ഫുട്ബോൾ കിക്ക് ഓഫ് ചെയ്തുകൊണ്ട് ഉദ്ഘാടനം നിർവഹിച്ചു.
സ്കൂൾ പ്രിൻസിപ്പാൾ ബീന ടീച്ചർ, ഹെഡ്മാസ്റ്റർ ദിലീപ് കുമാർ, മാനേജ്മെന്റ് പ്രതിനിധി PK പ്രസന്നൻ, PTA പ്രസിഡന്റ് VR ജിത്ത് എന്നിവരും പെനാൽറ്റി ഷൂട്ടൌട്ടിൽ പങ്കെടുത്തു. എന്ന് പറയുന്ന സർക്കാരിക്കാർക്ക് ഹാസ്യം, ഉദാത്ത ഹാസ്യം പറയുന്ന VK നമ്മുടെ പ്രഖ്യാപിക്കുന്നത്. അയാളൊക്കെ ഇപ്പോൾ ലോകത്തിലെ തന്നെ പ്രശസ്തരായ എഴുത്തുകാരായിട്ടുണ്ട് കേട്ടോ. പലതൊക്കെ എഴുതണമെന്ന് പറഞ്ഞാൽ നന്നായിട്ട് വായിക്കണം, നന്നായിട്ട് വായിക്കുക. ലോകത്ത് നടക്കുന്ന എല്ലാ കളികളിലും താല്പര്യം എടുക്കുക. അല്ലാണ്ട് അത് എനിക്ക് ഇഷ്ടമല്ല പറഞ്ഞിട്ട് കാര്യമില്ല. ആ കളി എനിക്ക് അറിഞ്ഞുകൂടാ, കളിയൊക്കെ പഠിക്കുന്നുണ്ടെന്ന്. ഇപ്പൊ അവിടെ ചെന്നുണ്ടെങ്കിൽ എന്താണ് പറയാ, ബുക്സും ഇല്ലാത്തത് ബുക്സും എന്താ പറയുക, ഷോർട്ട് എന്ത് ഷോർട്ട് പറയാ, ഫുട്ബോൾ തന്നെ പറയില്ലേ. കാഞ്ഞാണി സെന്റ് തോമസ് CGSൽ വായനാ ദിനം ആഘോഷിച്ചു. സ്കൂൾ മാനേജർ ഫാദർ ദാവീദ് വിധേയത്തിൽ ഉദ്ഘാടന കർമ്മം നിർവഹിച്ചു. മദർ PTA പ്രസിഡന്റ് DT നെൽസൺ അധ്യക്ഷത വഹിച്ചു. ചടങ്ങിൽ വിദ്യാലയത്തിന്റെ ഡിജിറ്റൽ മാഗസിനായ പെൻസിൽ പ്രകാശനം ചെയ്തു. പൂർവ്വ വിദ്യാർത്ഥിയും റിട്ടയർഡ് പ്രധാന അധ്യാപകനുമായ AA തോമസ് മാസ്റ്റർ വായനാ ദിന സന്ദേശം നൽകി. ഹെഡ് മിസ്ട്രസ് ജോളി T തോമസ്, അധ്യാപക പ്രതിനിധി ഡാനിയൽ ആന്റണി എന്നിവർ സംസാരിച്ചു. തുടർന്ന് വായനയുമായി ബന്ധപ്പെട്ട വിവിധ മത്സരങ്ങളും പ്രദർശനവും ഉണ്ടായിരുന്നു. എഴുതി തെറ്റാണെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യും? മായ്ക്കും അല്ലേ, പിന്നെ എഴുതും അല്ലേ, തെറ്റാണ്ട് എഴുതും അല്ലേ. അതിനാണ് പെൻസിലിൻ്റെ അടിയിലൊരു ഇറേസർ റബ്ബറും ഉണ്ട് അല്ലേ. റബ്ബറിന് നമ്മൾ പറയും, കുട്ടികൾ വലുതാകുമ്പോൾ നമ്മൾ ഇറേസർ എന്ന് പറയും അല്ലേ, മാറ്റാൻ എഴുതിയത് തെറ്റുണ്ടെങ്കിൽ മായ്ക്കാൻ വേണ്ടിയിട്ട് അല്ലേ. അപ്പോൾ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ചെയ്യേണ്ടത് എല്ലായ്പ്പോഴും ശരിയായിരിക്കണമെന്നുണ്ടോ? ഇല്ല. അപ്പോൾ എന്ത് ചെയ്യണം? നമ്മൾ മാറ്റിട്ട് നന്നായിട്ട് ശരിക്കും എഴുതണം അല്ലേ. അപ്പോൾ ആദ്യം ഇതിനേക്കാളും ഭംഗിയായിട്ട് രണ്ടാമത് എഴുതാൻ പറ്റില്ലേ? കുറുക്കൻ പറഞ്ഞതനുസരിച്ച് കൃത്യസമയത്ത് തന്നെ കൊക്കും കുറുക്കൻ്റെ ഗുഹയിലേക്ക് എത്തി. നല്ല അടിപൊളി മണമുണ്ടായിരുന്ന പായസം കൊക്കിൻ്റെ മുമ്പിലേക്ക് കുറുക്കൻ കൊണ്ടുവന്ന് വെച്ചു. നല്ല മണമുണ്ടായിരുന്ന ആ പായസം കണ്ട് ഇതെങ്ങനെയാണ് കുടിക്കേണ്ടതെന്ന് അറിയാതെ തൻ്റെ നീളമുള്ള കൊക്ക് ഉപയോഗിച്ച് ആ പാത്രത്തിൽ കൊത്തി കൊത്തി പായസം എങ്ങനെയാണ് കുടിക്കേണ്ടതെന്ന് ആലോചിച്ചു. തനതായ രചനാശൈലിയിലൂടെ മണപ്പുറത്തിൻ്റെ ജീവിതവും സംസ്കാരവും അടയാളപ്പെടുത്തുന്ന എഴുത്തുകാരൻ ബാപ്പു വലപ്പാടിൻ്റെ സാഹിത്യസബരിയ 5.5 പതിറ്റാണ്ട് പിന്നിടുന്നു. നോവൽ സാഹിത്യത്തിലും പുസ്തക പ്രസാധനത്തിലും യുവതലമുറയെ അക്ഷര വെളിച്ചത്തിലേക്ക് നയിക്കുന്നതിനും ഒരേപോലെ വ്യക്തിമുദ്ര പതിപ്പിച്ച അദ്ദേഹം അക്ഷരങ്ങളോടുള്ള അചഞ്ചലമായ പ്രണയവുമായി തന്റെ സാഹിത്യയാത്ര തുടരുകയാണ്. പ്രാഥമിക വിദ്യാഭ്യാസം മാത്രമുള്ള ബാപ്പു 1970-ലാണ് എഴുത്തിലേക്ക് തിരിഞ്ഞത്. മത്സ്യത്തൊഴിലാളിയുടെ മകനായും ബീഡി തെറുപ്പ് തൊഴിലാളിയായും ജീവിതം ആരംഭിച്ച് കഠിനാധ്വാനത്തിന്റെയും അചഞ്ചലമായ ആത്മവിശ്വാസത്തിന്റെയും കരുത്തിലാണ് ബാപ്പു എഴുത്ത് വഴിയിലെത്തുന്നത്. നോവൽ, ചെറുകഥ, നാടകം തുടങ്ങി വിവിധ സാഹിത്യ ശാഖകളിലായി 18ഓളം കൃതികൾ ഇക്കാലത്തിനിടയിൽ അദ്ദേഹം വായനക്കാർക്ക് സമ്മാനിച്ചു. ഇപ്പോൾ മണ്ണും മനുഷ്യനും എന്ന പുതിയ നോവലിന്റെ പണിപ്പുരയിലാണ്. എഴുത്തുകാരൻ എന്നതിലുപരി മികച്ചൊരു പ്രസാധകൻ കൂടിയാണ് ബാപ്പു വലപ്പാട്. അദ്ദേഹം നേതൃത്വം നൽകുന്ന ലെല്ല പബ്ലിക്കേഷൻസ് 1.5 പതിറ്റാണ്ടിലധികമായി പുസ്തക പ്രസാധന രംഗത്ത് സജീവമാണ്. മണപ്പുറം മേഖലയിലെയും കേരളത്തിന്റെ വിവിധ ഭാഗങ്ങളിലെയും പുതുമുഖ എഴുത്തുകാരുടെ കൃതികൾ വെളിച്ചം കാണിക്കുന്നതിൽ ഈ സ്ഥാപനം വലിയ പങ്ക് വഹിക്കുന്നുണ്ട്. സാഹിത്യരംഗത്ത് മാത്രമല്ല, കലാസാംസ്കാരിക മേഖലയിലും സജീവ സാന്നിധ്യമാണ് ബാപ്പുക്ക. കിനാവ്, കുഞ്ഞാമിന, അങ്ങാടിക്കടവത്ത് എന്നീ ടെലിഫിലിമുകളിലും അദ്ദേഹം നിർമ്മിച്ചിട്ടുണ്ട്. കിനാവിന് പുരസ്കാരവും ലഭിച്ചു. അധ്യാപകരെ പ്രോത്സാഹിപ്പിക്കാൻ വിദ്യാഭ്യാസ പുരസ്കാരങ്ങളും വിദ്യാർത്ഥികളിൽ വായനാശീലം വളർത്താൻ വായനാ പുരസ്കാരങ്ങളും ഇദ്ദേഹം ഏർപ്പെടുത്തിയിട്ടുണ്ട്. സ്കൂൾ ലൈബ്രറികൾക്ക് സൗജന്യമായി പുസ്തകങ്ങൾ വിതരണം ചെയ്തും വിദ്യാലയങ്ങളിൽ വായനയെക്കുറിച്ചുള്ള ബോധവൽക്കരണം നടത്തി വിദ്യാർത്ഥികളെ പുസ്തകങ്ങളിലേക്ക് ആകർഷിക്കുന്ന പദ്ധതികളും ബാപ്പു വലപ്പാട് സംഘടിപ്പിച്ചു വരുന്നുണ്ട്. സ്വന്തമായി ഒരു നാടക ട്രൂപ്പിന് നേതൃത്വം നൽകി കലാരംഗത്തും അദ്ദേഹം വ്യക്തിമുദ്ര പതിപ്പിച്ചു. അക്കിത്തം ശ്രേഷ്ഠ ഭാഷാ പുരസ്കാരം, ഒമാൻ കൈരളി അവാർഡ്, MLA പുരസ്കാരം തുടങ്ങി നിരവധി ബഹുമതികൾ അദ്ദേഹത്തിന്റെ സൃഷ്ടി പ്രതിഭയ്ക്കും സാമൂഹിക ഇടപെടലുകൾക്കും ലഭിച്ച അംഗീകാരങ്ങളാണ്.
സാമൂഹിക പ്രവർത്തനങ്ങളിലും നിറസാന്നിധ്യമാണ് ബാപ്പു വലപ്പാട്. നിലവിൽ എടത്തിരുത്തി കുട്ടമംഗലം വായനശാലയുടെ പ്രസിഡന്റായി പ്രവർത്തിക്കുന്ന അദ്ദേഹം ജീവകാരുണ്യ പ്രവർത്തനങ്ങളിലും നാടിനൊപ്പം നിൽക്കുന്നു. കാരമുക്ക് SNGS-HS സ്കൂളിൽ വായനാ ദിനം ആഘോഷിച്ചു. സ്കൂൾ ഓഡിറ്റോറിയത്തിൽ നടത്തിയ ചടങ്ങ് ബാലസാഹിത്യകാരനും യുറീക്ക മുൻ പത്രാധിപക സമിതി അംഗവുമായ ജിനൻ മാസ്റ്റർ ഉദ്ഘാടനം ചെയ്തു. PTA പ്രസിഡന്റ് PB ജോഷി അധ്യക്ഷത വഹിച്ചു. ഹെഡ് മിസ്ട്രസ് ജയന്തി N മേനോൻ വായനാ ദിന സന്ദേശം നൽകി. തുടർന്ന് കുട്ടികളുടെ വായനാ ദിന മത്സരങ്ങളും ഉണ്ടായിരുന്നു. തൃത്തല്ലൂർ കിഴക്ക് ചേലോട് ഈസ്റ്റ് ടിപ്പു സുൽത്താൻ റോഡുമായി ബന്ധപ്പെടാൻ കഴിയാതെ പ്രദേശവാസികൾ ദുരിതത്തിൽ. ഫുട് ഓവർ ബ്രിഡ്ജ് സഞ്ചാരയോഗ്യമാക്കാതെയും സർവീസ് റോഡ് തുറന്നുകൊടുക്കാതെയും ദേശീയപാത തുറന്നുകൊടുത്തതോടെയാണ് നാട്ടുകാർക്ക് ഈ ദുരവസ്ഥയുണ്ടായത്. കാൽനടക്കാരായ സ്കൂൾ കുട്ടികൾ, പ്രായമായവർ ഉൾപ്പെടെയുള്ളവർ ഇതോടെ വലിയ പ്രയാസത്തിലാണ്. നിലവിൽ ദേശീയപാതയിലൂടെ വലിയ വണ്ടികളുടെ ഓട്ടപ്പാച്ചിലിനിടയിലൂടെ മാത്രമേ ഈസ്റ്റ് ടിപ്പു സുൽത്താൻ റോഡിലേക്ക് എത്താൻ കഴിയുകയുള്ളൂ. ഇത് കുട്ടികൾ ഉൾപ്പെടെയുള്ളവർക്ക് അപകടമുണ്ടാക്കുന്നു. ഈസ്റ്റ് ടിപ്പു സുൽത്താൻ റോഡുമായുള്ള ബന്ധം പൂർണ്ണമായി നിലച്ചതോടെ പ്രദേശവാസികൾ ദുരിതത്തിലാണ്. പൊതുപ്രവർത്തകരായ ഗിരീഷ് മാത്തുക്കാട്ടിൽ, ജയതിലകൻ ചാളിപ്പാട്ട്, ഹബീബ് കോയ എന്നിവരുടെ പരാതിയെ തുടർന്ന് വാടാനപ്പള്ളി പഞ്ചായത്ത് പ്രസിഡന്റ് IN സുധീഷ് സ്ഥലം സന്ദർശിക്കുകയും ദേശീയപാത അധികൃതരോട് ഉടൻ തന്നെ പ്രദേശവാസികളുടെ യാത്രാ ദുരിതം അകറ്റാൻ വേണ്ട നടപടി കൈക്കൊള്ളണമെന്നും ആവശ്യപ്പെട്ടു. തീരദേശത്തെ കുടിവെള്ളക്ഷാമത്തിന് അടിയന്തര പരിഹാരം വേണമെന്ന് മുസ്ലിം ലീഗ് യൂത്ത് ജില്ലാ പ്രസിഡന്റ് AM സനോഫൽ വാർത്താസമ്മേളനത്തിൽ ആവശ്യപ്പെട്ടു. വാടാനപ്പള്ളി ഉൾപ്പെടെ മതിലകം മുതൽ ഏങ്ങണ്ടിയൂർ വരെയുള്ള 9 തീര പഞ്ചായത്തുകളിൽ രൂക്ഷമായ കുടിവെള്ളക്ഷാമമാണ് അനുഭവപ്പെടുന്നത്. കേരള ഹൈക്കോടതിയുടെ ഉത്തരവ് നടപ്പിലാക്കി ടാങ്കർ ലോറികൾ മുഖേന അടിയന്തരമായി കുടിവെള്ളം എത്തിക്കണമെന്നാവശ്യപ്പെട്ട് ജില്ലാ കളക്ടറെ നേരിൽ കണ്ട് പരാതി നൽകിയതായും സനോഫൽ പറഞ്ഞു. മുസ്ലിം ലീഗ് വാടാനപ്പള്ളി പഞ്ചായത്ത് പ്രസിഡന്റ് PA സിദ്ദിഖുൽ അക്ബർ, സെക്രട്ടറി AY ഹർഷാദ് എന്നിവർക്കൊപ്പമാണ് ജില്ലാ ദുരന്ത നിവാരണ അതോറിറ്റി ചെയർമാൻ കൂടിയായ ജില്ലാ കളക്ടറെയും തദ്ദേശ സ്വയംഭരണ വകുപ്പ് ജോയിന്റ് ഡയറക്ടറെയും നേരിൽ കണ്ട് നിവേദനം സമർപ്പിച്ചത്. വാടാനപ്പള്ളി ഗ്രാമപഞ്ചായത്തിലെ തീരദേശ വാർഡുകളിൽ കടലേറ്റം മൂലം കുടിവെള്ള സ്രോതസ്സുകളിൽ ഉപ്പുവെള്ളം കയറി നൂറുകണക്കിന് കുടുംബങ്ങൾ കടുത്ത കുടിവെള്ളക്ഷാമം നേരിടുകയാണ്. വാട്ടർ അതോറിറ്റിയുടെ വിതരണ പമ്പിംഗ് സംവിധാനങ്ങളിലെ അപര്യാപ്തതയും പൈപ്പ് ലൈനുകൾക്ക് സംഭവിച്ച കേടുപാടുകളും കാരണം ഗുരുതരമായ കുടിവെള്ള പ്രതിസന്ധിയാണ് നിലനിൽക്കുന്നത്. കടലേറ്റം മൂലം കുടിവെള്ള പ്രശ്നം ഉണ്ടാക്കിയിട്ടുള്ള വാർഡുകളിൽ കുടിവെള്ള വിതരണം നടത്തുന്നതിന് പ്രത്യേക അനുമതി നൽകണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് മണലൂർ MLA തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രിക്ക് കത്തയച്ചിട്ടുണ്ട്. എന്നാൽ ഇക്കാര്യത്തിൽ അടിയന്തര നടപടി സ്വീകരിക്കാനുള്ള അധികാരം ജില്ലാ കളക്ടർക്കും ജില്ലാ ദുരന്ത നിവാരണ അതോറിറ്റിക്കുമാണ് ഉള്ളത്. ജനങ്ങളുടെ പ്രശ്നം പരിഹരിക്കുന്നതിനേക്കാൾ ഉത്തരവാദിത്തം മറ്റൊരിടത്തേക്ക് മാറ്റാനുള്ള സമീപനമാണ് MLA സ്വീകരിച്ചതെന്നാണ് ആരോപണം. ജനങ്ങൾ ദുരിതം അനുഭവിക്കുമ്പോൾ ലഭ്യമായ ഫണ്ട് പോലും പ്രയോജനപ്പെടുത്താൻ കഴിയാത്തത് പഞ്ചായത്തിൻ്റെ ഗുരുതരമായ വീഴ്ചയാണെന്ന് അദ്ദേഹം ചൂണ്ടിക്കാട്ടി. 15 ദിവസത്തിനകം കുടിവെള്ള പ്രശ്നത്തിന് ഫലപ്രദമായ പരിഹാരം ഉണ്ടായില്ലെങ്കിൽ ജനങ്ങളെ അണിനിരത്തി ശക്തമായ സമരപരിപാടികളുമായി മുസ്ലിം യൂത്ത് ലീഗ് മുന്നോട്ടു പോകുമെന്നും AM സനോഫൽ മുന്നറിയിപ്പ് നൽകി. ഓപ്പറേഷൻ തൂഫാൻ എന്ന പദ്ധതിയുടെ ഭാഗമായും ഫിഫ വേൾഡ് കപ്പ് 2026 ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചും മണലൂർ GLP സ്കൂളിൽ പെനാൽറ്റി ഷൂട്ടൌട്ട് സംഘടിപ്പിച്ചു. മണലൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് CG മോഹൻദാസ് ഉദ്ഘാടനം ചെയ്തു. ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് PK ചന്ദ്രൻ, PTA വൈസ് പ്രസിഡന്റ് സാജൻ കുടവങ്ങാട്ടിൽ, പ്രധാന അധ്യാപിക ജോസി ടീച്ചർ എന്നിവർ ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു. ഇനി വിദ്യാലയങ്ങളിലൂടെ 9ാമത് TMC ഗ്രാമീയ വിദ്യാഭ്യാസ പുരസ്കാര നിറവിൽ വിദ്യാലയങ്ങൾ. ഗ്രാമീയ TMC 9ാമത് വിദ്യാഭ്യാസ പുരസ്കാരവുമായി സംബന്ധിക്കുന്ന പ്രത്യേക പരിപാടി സംഘം ഇന്ന് എത്തി നിൽക്കുന്നത് ചന്ദ്രാപിനി ഹയർ സെക്കൻഡറി വിദ്യാലയത്തിലാണ്. നമുക്ക് ഈ വിദ്യാലയത്തിലെ വിശേഷങ്ങൾ ചോദിച്ചറിയാം. ഞാൻ കിരൺ KS ചന്ദ്രാപിനി സ്കൂളിൻ്റെ ഹെഡ് മാസ്റ്ററാണ്. നമ്മുടെ വിദ്യാലയം
കല, കായിക, ശാസ്ത്ര, സാങ്കേതിക രംഗങ്ങളിലൊക്കെ തന്നെ സംസ്ഥാന തലത്തിലും ദേശീയ തലത്തിലും നിരവധി കുട്ടികളെ മികവിലേക്ക് ഉയർത്താൻ നമുക്ക് സാധ്യമായിട്ടുണ്ട്. വളരെയേറെ മികവ് തെളിയിച്ച കുട്ടികളാണ് നമ്മുടെ ഈ വർഷവും നമ്മുടെ 10th സ്റ്റാൻഡേർഡ് വിജയകരമായി കടന്നുപോയത്. നമുക്ക് 20 ഫുൾ A+കളാണ് ഈ വർഷം ലഭ്യമായിട്ടുള്ളത്. പുതിയൊരു അക്കാദമിക വർഷത്തിലേക്ക് കടക്കുമ്പോൾ കൂടുതൽ ഊർജിതമായ പ്രവർത്തനങ്ങളോടെ വിദ്യാലയം മുന്നോട്ട് നീങ്ങാൻ തന്നെയാണ് അക്കാദമിക രംഗത്തും അക്കാദമികേതര രംഗത്തും മികവോടുകൂടി മുന്നേറാൻ തന്നെയാണ് ഇവിടുത്തെ മാനേജ്മെന്റിന്റെയും PTA-യുടെയും സ്റ്റാഫ് അംഗങ്ങളുടെയും കൂട്ടായ പ്രവർത്തനത്തിന്റെ ഫലമായി പ്രവർത്തനം ഉണ്ടായി. അതിന്റെ ഫലമായി ഒരു മികവിലേക്ക് തന്നെ വിദ്യാലയം ഉയർത്തപ്പെടും എന്ന് തന്നെയാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത്. ചന്ദ്രാപിനി ഹയർ സെക്കൻഡറി സ്കൂളിന്റെ വിജയം ഇവിടുത്തെ മാനേജ്മെന്റിന്റെയും PTA-യുടെയും സ്റ്റാഫ് അംഗങ്ങളുടെയും കൂട്ടായ പ്രവർത്തനത്തിന്റെ ഫലമായാണ്. നന്ദി, നമസ്കാരം, ജയ് ഹിന്ദ്. ചന്ദ്രാപിനി ഹയർ സെക്കൻഡറി സ്കൂളിന് ഈ വർഷം ഹയർ സെക്കൻഡറി പരീക്ഷയിൽ മികച്ച വിജയമാണ് ലഭിച്ചിട്ടുള്ളത്. 197 കുട്ടികൾ എഴുതിയപ്പോൾ ഈ അൺഎയ്ഡഡ് വിഭാഗത്തിൽ 197 കുട്ടികളും വിജയിക്കുകയുണ്ടായി. നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന പോലെ തന്നെ 77% വിജയമാണ് കേരളത്തിൽ ഉണ്ടായിട്ടുള്ളത്. 1,00,000-ൽ പരം കുട്ടികൾക്ക് പരാജയം സംഭവിച്ചിട്ടുണ്ട്. വളരെ സന്തോഷം. ഇതൊരു ടീം വർക്കാണ്. ഞാൻ അതിൻ്റെ ക്യാപ്റ്റനും കൂടിയാണ്. വളരെ സന്തോഷമുണ്ട്. ഇപ്പോൾ ഫുട്ബോൾ സീസണാണ്. ലയണൽ മെസ്സി ക്യാപ്റ്റൻ ആണെങ്കിൽ അദ്ദേഹം വളരെ കോൺഫിഡൻ്റ് ആണ്. കാരണം കളിക്കാരെല്ലാം വളരെ വിശ്വസ്തരാണ്. എൻ്റെ കരുത്തെന്ന് പറഞ്ഞത് ഇവിടുത്തെ അധ്യാപകരാണ്, എൻ്റെ സഹപ്രവർത്തകരാണ്. അവർ ഡെഡിക്കേറ്റഡ് ആണ്. അതിലുപരി കുട്ടികളെ സ്വന്തം മക്കളെ പോലെ നോക്കി പഠിപ്പിക്കുന്നു. അത് തന്നെയാണ് ഞങ്ങളുടെ രഹസ്യം. മറ്റെല്ലാ മേഖലകളിലും CHSS അറിയപ്പെടുന്നതാണ്. ഞങ്ങളുടെ ഈ ബോർഡുകൾ നോക്കി അറിയാം. ഞങ്ങളുടെ കുട്ടികളാണെങ്കിൽ ഒട്ടും ലഹരി ഉപയോഗിക്കാത്ത കുട്ടികളാണ്. അവർക്ക് സ്പോർട്സാണ് ഹരം. അതിൻ്റെ ഒരു ഭാഗം നമുക്കിവിടെ കാണാം. എന്തായാലും TMC ഗ്രാമ്യ ചാനലിനോട് പ്രത്യേകം നന്ദി പറയാണ്. അടുത്ത വർഷം ഞങ്ങളൊരു ഹാട്രിക് വിജയമാണ് പ്രതീക്ഷിക്കുന്നത്. എല്ലാവരുടെയും അനുഗ്രഹം ഉണ്ടാവണമെന്ന് അപേക്ഷിക്കുന്നു. ചന്ദ്രാപിനി ഹയർ സെക്കൻഡറി സ്കൂളിൻ്റെ പ്രിൻസിപ്പളാണ് ശ്രീജീഷ്. വലിയ സന്തോഷം നിറഞ്ഞ ഒരു മുഹൂർത്തത്തിലാണ് ഞാൻ നിൽക്കുന്നത്. എന്തുകൊണ്ടെന്നാൽ തുടർച്ചയായ 6 വർഷമാണ് ചന്ദ്രാപിനി ഹയർ സെക്കൻഡറി സ്കൂൾ 100% വിജയത്തിലേക്ക് പോകുന്നത്. കൃത്യമായും വളരെ ചിട്ടയായ പഠനത്തിലൂടെ കുട്ടികളെ ഏകാഗ്രതയോടുകൂടി പഠിപ്പിക്കുക എന്നുള്ളത് ഞങ്ങളുടെ സ്റ്റാഫ്, ചന്ദ്രാപിനി ഹയർ സെക്കൻഡറി സ്കൂളിലെ സ്റ്റാഫ് കൃത്യമായി പാലിച്ചിട്ടുണ്ട്. നന്നായുള്ള പഠന മികവുകൾ എല്ലാത്തിലും, ഒപ്പം തന്നെ നമ്മുടെ മാനേജ്മെൻറ്റ്, രക്ഷിതാക്കൾ, PTA-യുടെ ഭാഗത്തു നിന്നുള്ള നല്ല പ്രവർത്തനങ്ങളും എല്ലാം നമ്മുടെ ഈ വിജയത്തിലേക്ക് കൊണ്ടെത്തിച്ച സംഗതികളാണ്. ഒരു കാര്യം കൂടി പറയാൻ ആഗ്രഹിക്കുന്നുണ്ട്. പഠനം മാത്രമല്ല ചന്ദ്രാപിനി ഹയർ സെക്കൻഡറി സ്കൂളിൽ പറയാനുള്ളത്. കായികമായും കലാപരമായും മികച്ച കാര്യങ്ങൾ ചന്ദ്രാപിനി ഹയർ സെക്കൻഡറി സ്കൂളിൽ നിന്ന് സംഭവിക്കുന്നുണ്ട്. 100% വിജയം എന്നുള്ളത് കേരളത്തിൽ 67 സ്കൂളുകളിലെ 100% ഉള്ളൂ. അവിടെയാണ് നമ്മൾ തുടർച്ചയായ 6 വർഷം വേറൊരു സ്കൂളിലും അവകാശപ്പെടാനില്ലാത്ത രീതിയിൽ വിജയം കൊണ്ട് മുന്നേറുന്നത് എന്ന് ഈ അവസരത്തിൽ പറയാൻ വളരെ സന്തോഷത്തോടു കൂടിയാണ് ഞാനിവിടെ നിൽക്കുന്നത്. എന്തായാലും ഗ്രാമ്യ ചാനൽ ഇങ്ങനെ ഒരു അവസരം ഒരുക്കി തന്നതിൽ സന്തോഷം. ഗ്രാമ്യ 100% കിട്ടിയ സ്കൂളുകളെ കണ്ടെത്തുന്നു. അവർക്ക് വേണ്ടിയിട്ട് ഇങ്ങനെ ഒരു പ്രവർത്തനം നടന്നതിൽ അതിയായ സന്തോഷം. എല്ലാവരോടും നന്ദിയുണ്ട്. ഹായ്, ഹലോ, എൻ്റെ പേര് സൈന. ഞാൻ ഈ സ്കൂളിൽ ഫുൾ A+ കിട്ടിയ ഒരു വിദ്യാർത്ഥിനിയാണ്. ഫുൾ A+ കിട്ടിയത് ഞാൻ വളരെയധികം ഹാപ്പിയാണ്. കാരണം ഇവിടുത്തെ ടീച്ചേഴ്സിൻ്റെയും ഒക്കെ സപ്പോർട്ട് കൊണ്ടാണ്. സിലബസ് മാറിയ ഒരു പ്രശ്നത്തിൽ ഇവിടുത്തെ ടീച്ചേഴ്സിൻ്റെ ആൾക്കാരെ സപ്പോർട്ട് കൊണ്ടാണ് എനിക്ക് ഇത്രയും നല്ല മാർക്ക് ഞങ്ങൾക്ക് എല്ലാവർക്കും കിട്ടിയത്. അതിൽ ഈ ടീച്ചേഴ്സിനോട് ഞങ്ങൾക്ക് ഒരുപാട് നന്ദിയുണ്ട്. എൻ്റെ പേര് ശിവാനി. ഞാൻ ഇവിടെ ചന്ദ്രാപിനി ഹൈസ്കൂളിൽ ഫുൾ A+ കിട്ടിയതാണ് ഈ കൊല്ലം. ഇവിടുത്തെ ടീച്ചർമാരായാലും മാഷുമാരായാലും ഞങ്ങൾക്ക് എല്ലാത്തിനും കൂട്ടി നിന്നിട്ടുള്ളൂ. പഠിപ്പിക്കാനായാലും വല്ല പ്രശ്നങ്ങൾ വന്നാലും എല്ലാത്തിനും ഞങ്ങളുടെ കൂട്ടി നിന്ന് ഞങ്ങളെ ഹെൽപ്പ് ചെയ്ത്, നന്നാവാനായിട്ട് ഹെൽപ്പ് ചെയ്ത്, വല്ല മിസ്റ്റേക്സ് ഉണ്ടെങ്കിൽ കറക്റ്റ് ചെയ്യാനായിട്ട് എല്ലാത്തിനും അവർ സഹായിച്ചിട്ടുണ്ട്. അവരുടെ ഹെൽപ്പ് കൊണ്ട് തന്നെ ഞങ്ങൾക്ക് ഈ ഫുൾ A+ കിട്ടിയിട്ടുള്ളത്. അതിന് ഞങ്ങൾ വളരെ താങ്ക്ഫുൾ ആണ്. ഈ ഒരു ഇതിൽ നിൽക്കാൻ പറ്റിയതിനും എല്ലാവർക്കും നന്ദി. പിന്നെ ഗ്രാമ്യയുടെ വിദ്യാഭ്യാസ അവാർഡ് കിട്ടാൻ ലഭിച്ചതിലും നല്ല സന്തോഷമുണ്ട്. താങ്ക് യു. എൻ്റെ പേര് ശ്രീഹരി. ഞാൻ 2025-26 ബാച്ച് HSS ചന്ദ്രാപിനി സ്കൂളിൽ നിന്ന് 10th പാസ് ഔട്ട് ആയതാണ്. ഞങ്ങൾക്ക് എല്ലാവർക്കും ഫുൾ A+ ആണ്. അപ്പോൾ എക്സ്പീരിയൻസ് എന്ന് പറയുമ്പോൾ ഈ സ്കൂളിലെല്ലാം ഒരുപോലെ കൊണ്ടുനടക്കുന്നുണ്ട്. ലൈക്ക് കലോത്സവം ആയിക്കോട്ടെ, സ്പോർട്സ് ആയിക്കോട്ടെ, എല്ലാം ഒരുപോലെ കൊണ്ടുനടക്കുന്നുണ്ട്. ഇപ്പം ഞാൻ തന്നെ
കലോത്സവങ്ങളിൽ 2 ഐറ്റത്തിലൊക്കെ ഉണ്ടായിരുന്നു, ജില്ലാ കലോത്സവം എല്ലാം. പക്ഷേ എൻ്റെ വീട്ടുകാർക്ക് ഡൗട്ടായിരുന്നു, ഇപ്പോൾ 10th പോയിട്ടുണ്ടെങ്കിൽ 10th ടൈമിൽ പോയാൽ പാസ്സാവോ, അതുപോലെ മാർക്ക് ഉണ്ടാവോ എന്നുള്ളതൊക്കെ. പക്ഷെ നമ്മുടെ ടീച്ചേഴ്സ് ഭയങ്കര സപ്പോർട്ടായിരുന്നു. ഫാമിലിയിലൊക്കെ വിളിച്ചു, മാർക്ക് എന്തായാലും ഉണ്ടാവും എന്ന് പറഞ്ഞു. നമ്മളെ പഠിപ്പിക്കലും അതുപോലെ തന്നെ ബാക്കി അതർ ആക്ടിവിറ്റീസൊക്കെ കറക്റ്റായിട്ട് കൊണ്ടുവരുന്നുണ്ട്. എൻ്റെ പേര് ആശ്രയ എന്നാണ്. എൻ്റെ പേര് രഹന. എൻ്റെ പേര് ഐശ്വര്യ. ഞങ്ങളിവിടെ ഫുൾ A+ കിട്ടിയ വിദ്യാർത്ഥികളാണ് CHS. അപ്പോൾ ഇവിടെ നമ്മുടെ ടീച്ചർമാരൊക്കെ ഭയങ്കര സപ്പോർട്ടാണ്. പഠിത്തത്തിൻ്റെ കാര്യത്തിലായാലും എന്താണേലും അവർ നല്ല മോട്ടിവേറ്റ് ചെയ്യാറുണ്ട് നമ്മളെ എപ്പോഴും ഫുൾ A+ കിട്ടാനും നന്നായി പഠിക്കാനും. പിന്നെ കലോത്സവത്തിനായാലും എല്ലാത്തിനും നല്ല സപ്പോർട്ടാണ്. പഠിപ്പ് പോലെ തന്നെ കലോത്സവത്തിനും എല്ലാ പരിപാടിക്കും നമ്മൾ നിൽക്കാനും അതുപോലെ തന്നെ നന്നായി സപ്പോർട്ട് ചെയ്ത് നമുക്ക് നല്ല ഒരു ഊർജ്ജം തരും. നമുക്ക് കളിക്കാനായാലും നമുക്ക് പിന്നീടായാലും അത് നല്ല രീതിക്ക് പഠിച്ച് നല്ല മാർക്കിലേക്ക് എത്തിക്കാനായിട്ട് നന്നായി അവർ സപ്പോർട്ട് ചെയ്യും. ഇവിടുത്തെ ടീച്ചേഴ്സ് ആയാലും സ്റ്റാഫുകളായാലും നമ്മളെ നല്ലോണം സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. പഠിക്കാനും ഇതായിട്ടുള്ള എല്ലാ സംഭവത്തിനും നമ്മളെ ഭയങ്കരമായിട്ട് സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ ഇവിടുത്തെ ടീച്ചേഴ്സ് മെയിൻലി ഞങ്ങൾ കൊമേഴ്സിലെ പിള്ളേരാണ്. അപ്പം ഞങ്ങൾക്ക് കൂടുതൽ ജീന ടീച്ചറും ദിവ്യ ടീച്ചറും പിന്നെ നിഷ ടീച്ചർ അങ്ങനെ കുറെ ടീച്ചർമാർ നല്ലോണം സപ്പോർട്ട് ചെയ്തിട്ടുണ്ട് ഞങ്ങളെല്ലാവരും. നമസ്കാരം, എൻ്റെ പേര് ആന്റോൺ ഷിബു. ഞാൻ ഇവിടുത്തെ കമ്പ്യൂട്ടർ സയൻസ് വിഭാഗത്തിൽ പഠിക്കുന്ന വിദ്യാർത്ഥിയാണ്. എൻ്റെ പേര് യൂസഫ് നെഹാൻ. എൻ്റെ പേര് പർവേസ്. നമ്മൾ 2 വർഷക്കാലം ഈ സ്കൂളിൽ നന്നായി പഠിച്ചു. അതിനുള്ള നല്ല വിജയം നേടിത്തന്നു. ഇവിടുത്തെ മാഷുമാർ ടീച്ചറുകളും ഒക്കെ നല്ല സപ്പോർട്ടായിരുന്നു. നല്ലൊരു വൈബ് സ്കൂളിലുണ്ട്. പിന്നെ ഈ സ്കൂൾ പഠിത്തല്ലാണ്ട് കായികപരമായിട്ടും നല്ല മുന്നേറിക്കൊണ്ടിരിക്കുന്ന സ്കൂളാണ്. നല്ല നല്ല വിജയങ്ങൾ നേടിത്തരും ഈ സ്കൂള്. ഞാൻ സന, ചന്ദ്രാപ്പിനി സ്കൂളിലത്തെ സ്കൂൾ ടോപ്പറാണ്. എനിക്ക് 1293 മാർക്കുള്ളത്. ഇപ്പോൾ എനിക്ക് ഈ ഒരു അച്ചീവ്മെന്റ് കിട്ടാനുള്ള കാരണം തന്നെ എൻ്റെ സ്കൂളാണ്. ഫുൾ സപ്പോർട്ടും സ്കൂൾ കാരണമാണ് എനിക്ക് ഇങ്ങനെ ഒരു മാർക്ക് കിട്ടാനുള്ള കാരണം. 75% എഫേർട്ടും സ്കൂളിൽ നിന്ന് തന്നെ ഇട്ടിട്ടുള്ളത്. ഞാൻ ഒട്ടും വീട്ടിൽ നിന്ന് പഠിക്കൂലായിരുന്നു. ഫുള്ള് സ്കൂളുകാർ തന്നെയാണ് പഠിപ്പിക്കുക. അവരുടെ ആ ഒരു സപ്പോർട്ട് കാരണമാണ് എനിക്ക് ഈ ഒരു മാർക്കിലേക്ക് എത്താൻ പറ്റിയത്. എൻ്റെ പേര് ഷമീമ. എനിക്ക് ഫുൾ A+ ഉണ്ട്. സ്കൂള് വളരെയധികം നമ്മളെ സഹായിച്ചിട്ടാണ് നമുക്ക് ഈ മാർക്കിലേക്ക് എത്താൻ പറ്റിയത്. പിന്നെ ഞങ്ങളുടെ സ്കൂളിൽ 27 കുട്ടികൾക്കാണ് ഫുൾ A+ ഉള്ളത്. പിന്നെ ഇവള് ടോപ്പറാണ്. അങ്ങനെ വളരെ സന്തോഷം. സ്കൂളുകാരെ നമ്മളെ നല്ലോണം സഹായിച്ചിട്ടുണ്ട്. ടീച്ചേഴ്സിന് നല്ല സപ്പോർട്ടാണ് നമുക്ക് കിട്ടിയത്. നാട്ടിക ഫർക്ക സഹകരണ റൂറൽ ബാങ്ക് മുഴുവൻ വിഷയങ്ങളിലും A+ നേടിയ വിദ്യാർത്ഥികളെ അനുമോദിക്കുന്നു. ബാങ്കിൻ്റെ പ്രവർത്തന പരിധിയിലെ സ്ഥിരതാമസക്കാരുടെ മക്കളിൽ ഈ അധ്യയന വർഷം SSLC, +2, VHSC, സ്റ്റേറ്റ്, CBSE, ICSE പരീക്ഷകളിൽ മുഴുവൻ വിഷയങ്ങൾക്കും A+, A1 കരസ്ഥമാക്കിയ വിദ്യാർത്ഥികൾക്ക് ക്യാഷ് അവാർഡ് നൽകും. അർഹതയുള്ള വിദ്യാർത്ഥികൾ മാർക്ക് ലിസ്റ്റിൻ്റെയും ആധാർ കാർഡിൻ്റെയും സ്വയം സാക്ഷ്യപ്പെടുത്തിയ കോപ്പിയും ഒരു പാസ്പോർട്ട് സൈസ് ഫോട്ടോയും ഫോൺ നമ്പറും സഹിതം ഹെഡ് ഓഫീസിലോ ബ്രാഞ്ചുകളിലോ ജൂൺ 30 നൽകേണ്ടതാണ്. 30 വർഷമായി തൃപ്രയാറിൽ കുഞ്ഞുങ്ങൾക്ക് ചിത്രരചനയുടെ ബാലപാഠങ്ങൾ പകർന്നു നൽകിയ ആർട്ടിസ്റ്റ് വിജയൻ മാസ്റ്റർ അന്തരിച്ചു. തൃപ്രയാറിൽ ചിത്രകളരി എന്ന ചിത്രകലാ പഠന സ്ഥാപനം നടത്തിയിരുന്നു. തൃശ്ശൂരിലെ ക്ഷേത്രങ്ങളിലെ ചുമർ ചിത്രകലകളിൽ തൻ്റേതായ മുദ്ര പതിപ്പിച്ച അപൂർവ വ്യക്തിത്വങ്ങളിൽ ഒരാളായിരുന്നു. ദേശീയ ബാലതരംഗം എന്ന കുട്ടികളുടെ സംഘടനയുടെ ജില്ലാ രക്ഷാധികാരി കൂടിയാണ്. സംസ്കാര കർമ്മം ശനിയാഴ്ച രാവിലെ 8-ന് പാറമേക്കാവ് ശാന്തിഘട്ടിൽ നടക്കും. പ്രധാന വാർത്തകൾ വീണ്ടും. മാരക മയക്കുമരുന്നായ MDMA-യുമായി പെരുങ്ങോട്ടുകര സ്വദേശികൾ പിടിയിൽ. PN പണിക്കരുടെ സ്മരണയിൽ വിദ്യാലയങ്ങളിൽ വായനാ ദിനം ആചരിച്ചു. അഞ്ചു പതിറ്റാണ്ടിന്റെ കാവ്യ സബര്യ അക്ഷരലോകത്ത് സജീവമായി ഈ ജിന. ഇതോടുകൂടി വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.